ഞാൻ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറയാം. അതിനുശേഷം ഞാൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനുശേഷം അല്ലെങ്കിൽ അതിനു മുന്നേ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് കവർ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോൾ എല്ലാവരും അത്യാവശ്യം ഒരു ഗൂഗിൾ ആഡ് പഠിച്ചു. അപ്പൊ നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ ജോലിക്ക് ചെല്ലാണ്. കമ്പനിയിൽ ജോലിക്ക് ചെല്ലുമ്പോൾ ഇപ്പൊ ഞാൻ പറയുന്നത് ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടതാണ്, ഒരു വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാത്തിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ഒരു കമ്പനിയുടെ അടുത്ത് ചെല്ലാണ്, എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാം, ഗൂഗിൾ ആഡ് ചെയ്ത് അറിയാമെന്ന് പറയും. അവർ ചോദിക്കുന്നത്, നിങ്ങൾ ഗൂഗിൾ ആഡിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ക്ലിയർ? എത്ര ക്ലിക്ക് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്? ക്ലിയർ? എത്ര എൻക്വയറി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്? എത്ര കൺവേർഷൻ കിട്ടിയിട്ടുണ്ട്? ഈ ആൻസർ നിങ്ങൾ പറഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും നിങ്ങൾ പ്രാക്ടിക്കലി ലൈവ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരും പൈസ മുടക്കി ചെയ്തിട്ടില്ല. അപ്പൊ ഇതിന് വേറൊരു രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഞാൻ പറയുന്ന രീതിയിൽ ആൻസർ ചെയ്ത് അവർക്ക് കുറച്ചും കൂടി റിലയബിൾ ആവും. പക്ഷെ ഇതിന് നിങ്ങൾ നേരത്തെ പ്രിപ്പയർഡ് ആയിരിക്കണം. നിങ്ങൾ പറയണം, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ പറയണം, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 5,000 റുപ്പീസ് ക്യാമ്പയിൻ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അവർ ചോദിക്കും ഏതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഡീഡ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഞാനൊരു 5,000 റുപ്പീസ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും, അവർ അക്കൗണ്ട് തരാമോ എന്ന് ചോദിക്കും. പറയും ഇല്ല, അത് അവർ തന്നെ ഞങ്ങൾക്ക് ഒരു അക്കൗണ്ട് ആക്കി തരാമെന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളെ റിമൂവ് ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം എല്ലാവർക്കും. അപ്പൊ ചോദിക്കും എത്ര ക്ലിക്കാ കിട്ടിയേ? അപ്പൊ പറയാം, നിങ്ങൾ പറയണം കേരളത്തിലേക്കാണ് ടാർഗറ്റ് ചെയ്ത്, ഒരു ക്ലിക്കിന് 25-30 രൂപ കൊടുത്തു. ഞങ്ങളൊരു 5,000 മുടക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 7-8 എൻക്വയറി വന്നു. ഓക്കെ, ആ 8 എൻക്വയറി കൊടുത്തു. അതിന് കൺവേർഷൻ എത്ര കിട്ടുമെന്ന് നമുക്ക് അറിയില്ല, കാരണം ഡേറ്റ അങ്ങടെ പോയേ. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒതന്റിസിറ്റി ഫീൽ ചെയ്യും. ഇങ്ങനെ നിങ്ങൾ സംസാരിച്ചാലാണ് നിങ്ങൾക്ക് ജോലി കുറച്ചും കൂടി ഈസിയിൽ കിട്ടും. കാരണം നിങ്ങൾക്ക് അറിയാമെന്ന് മനസ്സിലാവും. എന്തായാലും നിങ്ങൾ പഠിച്ചു ഫ്രഷറാണ്, അവരത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയും കൂടി പറയാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചും കൂടി അവിടെ നിങ്ങൾക്ക് ഒരു 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 പിടുത്തം നിങ്ങളുടെ സ്ട്രോങ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? യെസ് സർ. ക്ലിയർ ആയി? അത് നിങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സംസാരിക്കണം. ഇപ്പൊ എൻ്റെ അടുത്ത് ഞാൻ ഇന്റർവ്യൂവിന് വരുമ്പോൾ പലരും ചോദിക്കാം, ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കും, എത്ര ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? അതെനിക്ക് ഓർമ്മയില്ല. അപ്പൊ തന്നെ അവർ ചെയ്തിട്ടില്ല എന്നർത്ഥം. എത്ര ക്ലിക്ക് കിട്ടി? അതെനിക്ക് അറിയില്ല. എൻ്റെ അടുത്ത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമല്ല, എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ആൾക്കാർ. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഞാനൊരു 5,000 റുപ്പീസ് മുടക്കി. അപ്പോൾ ഒരു ചോദിക്കും ഡെയിലി എത്രയാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ഡെയിലി 1,000 രൂപ, 1,000 രൂപയുടെ ബഡ്ജറ്റ് ഡെയിലി 5 ഡേയ്സ് ആയിരുന്നു. ഒരു ക്ലിക്കിന് 30 രൂപ, 35 രൂപ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ദിവസം 30 ക്ലിക്ക് കിട്ടി. 30 ക്ലിക്ക് കിട്ടിയപ്പോൾ 1-2 എൻക്വയറി വന്നായിരുന്നു. ഓക്കെ, എൻക്വയറി വന്നു. അപ്പൊ ഞാനതിൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ആഡ് എക്സ്റ്റൻഷൻ ഉപയോഗിച്ചായിരുന്നു, അല്ലെങ്കിൽ കീവേഡ് ഉപയോഗിച്ചായിരുന്നു, ഏതൊക്കെ കീവേഡുകളാണ് എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ അത് തന്നെ നിങ്ങളൊരു പ്രിപ്പയർഡ് ആയിട്ടിരുന്നാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ചെല്ലുമ്പോൾ ഒന്നും കൂടി കോൺഫിഡന്റ് കൂടി പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു സെഷൻ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. ആ സെഷനിൽ നിങ്ങൾക്ക് നല്ല ക്രിസ്റ്റൽ ക്ലാരിറ്റി കിട്ടും എങ്ങനെയാണ് ഇതിനെ ഫേസ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങളവിടെ പ്രസന്റ് ചെയ്താൽ മതി. കാരണം നിങ്ങൾക്ക് എന്തായാലും പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റും. കാരണം ഓരോ ക്ലയന്റിനും ഡിഫറെന്റ് ആണ്. ഒരു ക്ലയന്റ് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ പേയ്മെന്റ് കാര്യങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് അതിന്റെ കോൺസെപ്റ്റും കാര്യങ്ങൾ നിങ്ങൾ കണ്ടതാണ്. കാരണം ഓരോ പ്രൊജക്റ്റും ഡിഫറെന്റ് ആണ്. ഒരു പ്രൊജക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അപ്രോച്ചിൽ അതിന്റെ അടുത്ത പ്രൊജക്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ട്രിനിറ്റി ബിൽഡ് എന്ന് പറഞ്ഞ പ്രൊജക്ട് ഒക്കെ ചെയ്യാൻ പഠിച്ച് അതിന്റെ ആഡ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ അതിൽ കുറെ ക്യാമ്പയിൻസ് ചെയ്താണ് ഞാൻ അതിൽ എക്സ്പെർട്ട് വന്നത്. ഓക്കെ, ഇനി അതാണ് ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു കമ്പനി നിങ്ങളിൽ നിന്ന് ചോദിക്കുന്ന കാര്യം. അല്ലാണ്ട് കമ്പനിക്ക് വേറെ ഒന്നും നിങ്ങൾക്ക് അറിയേണ്ടതില്ല.
പക്ഷെ നിങ്ങളൊരു കമ്പനിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് നിങ്ങൾ പഠിക്കണം, അവരുടെ വെബ്സൈറ്റ് പഠിക്കണം. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് പഠിച്ച് പറയാൻ പറ്റും ഇന്ന ഇന്ന ഇപ്പോൾ കോഴ്സുകൾ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ചിലവർക്ക് ഉണ്ടാവും BBA എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ടാവും, MBA എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ടാവും. നിങ്ങൾ അവർക്ക് പഠിക്കുക, ഇന്ന കോഴ്സ് ഉണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദുബായ് ബേസ്ഡ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് വിചാരിക്കും. ഇപ്പൊ സുൽഫിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ദുബായ് ബേസ്ഡ് ആണെന്ന് വിചാരിക്കും, ദുബായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ നിങ്ങൾ അവരുടെ സൈറ്റ് എടുത്ത് പഠിച്ചപ്പോൾ മനസ്സിലായി അവർക്ക് MBA എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക MBA കോഴ്സ് ഇൻ ദുബായ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ആഡ് കാണാം. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഇന്റർവ്യൂവിന് പോണ ക്ലയന്റിന്റെ ആഡ് അവിടെ കാണുന്നില്ല. നിങ്ങൾ അവരോട് പറയാം ഞാനിങ്ങനെ ഗൂഗിളിൽ MBA കോഴ്സിന് ദുബായ് അടിച്ചപ്പോൾ നിങ്ങളുടെ ആഡ് കണ്ടില്ലല്ലോ, ബട്ട് ഐ ഫൗണ്ട് സം അതർ വെബ്സൈറ്റ്. അവരുടെ ആഡ് മെൻഷൻ ചെയ്യുക, ഇസ് ഇറ്റ് യുവർ കോമ്പറ്റീറ്റർ എന്ന് ചോദിക്കുക. അവിടെയാണ് അവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അറിയാലോ പണി. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ജോബ് ഉറപ്പാണ് അവിടെ. അതിന് ഞാനൊരു വലിയൊരു സെഷൻ എടുത്തുതരാം. ആ സെഷനിൽ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ജോബ് കിട്ടും അവിടെ. നിങ്ങൾ എവിടെയാണോ പോകുന്നത് അവരുടെ വെബ്സൈറ്റ് ക്ലിയർ ആയിട്ട് പഠിക്കുക, അതിലൊന്ന് രണ്ട് മിസ്റ്റേക്കുകൾ കണ്ടെത്തുക, അവരുടെ സൈറ്റുകൾ മനസ്സിലാക്കിയിട്ട് അവർ SEO ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. ഞാൻ ഇങ്ങനെ കീവേഡ് സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾ SEO കണ്ടില്ല, പക്ഷെ ഞാൻ ഇന്ന സൈറ്റുകാരെ കണ്ടു, ഞാൻ ഗൂഗിൾ ആഡ് കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം നോക്കുക. ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ നിങ്ങൾക്ക് 1000 ഫോളോവറാണ് ഉള്ളൂല്ലോ, നിങ്ങളുടെ ചില പോസ്റ്ററിനൊന്നും എൻഗേജ്മെന്റ് കുറവാണല്ലോ. അത് കഴിഞ്ഞ് യൂട്യൂബ് എടുത്ത് പറയാം. യൂട്യൂബ് എടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര സബ്സ്ക്രൈബർ ഉള്ളൂ, ഇവരുടെ കോമ്പറ്റീറ്ററും പഠിക്കാം. കൊള്ളാലോ, കൊള്ളാം. അത് നിങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂ ഇത്ര ഉള്ളൂല്ലോ, നിങ്ങളുടെ കോമ്പറ്റീറ്റർ ഇത്ര റിവ്യൂ ഉണ്ടല്ലോ. അതാണ് നിങ്ങൾ മൊത്തം പഠിച്ചിട്ട് പോവാ. അപ്പൊ അവർക്ക് കൊള്ളാലോ കൊള്ളാലോ പറയാം. അതിനാണ് നിങ്ങൾ കൃത്യം പറയാണ്ട് വേറെ ഒന്നും പറയാൻ കാരണം ഇന്റർവ്യൂ പോയാലും നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഇത്ര ഇൻഫോർമേഷൻ ആയിട്ട് പോവാ. നിങ്ങളുടെ റെസ്യൂം അല്ല കാണേണ്ടത്, ഇതാണ് കാണേണ്ടത്. ഈ റിപ്പോർട്ട് കണ്ടാൽ നിങ്ങൾക്ക് ജോലി തരും. റെസ്യൂമിലൊന്നും കഥയില്ല. അപ്പൊ നിങ്ങൾ സ്റ്റഡി നടത്തി നിങ്ങൾ എല്ലാത്തിനെയും കുറിച്ച് പറയണത്. ഞാൻ ഗൂഗിൾ ആഡ് സെർച്ച് ചെയ്തു, ഞാൻ കീവേഡ് സെർച്ച് ചെയ്തു. ഇതൊക്കെയാണ് നിങ്ങളുടെ കീവേഡ്. കാരണം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് അറിയണം ഇന്നതായിരിക്കണം കീവേഡ് എന്ന്. ആ കീവേഡ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടില്ലല്ലോ, അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. ഗൂഗിളിൽ സെർച്ച് SEO നോക്കുക, അവിടെ ഇല്ല, അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. ഈ പ്രിന്റ് ഔട്ടുകളായിട്ട് പോവാ. ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതാണ് റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ നേരത്തെ അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ്. അതുപോലെ ഒരു ഇൻസ്റ്റാഗ്രാം എടുത്താൽ ഒരു ഇൻസ്റ്റാഗ്രാമിലുണ്ടോ ഇല്ല, നിങ്ങൾക്ക് 500 ഫോളോവർ ഉള്ളൂ, നിങ്ങളുടെ കോമ്പറ്റീറ്ററിനെ എടുക്കണം. കോമ്പറ്റീറ്ററിന്റെ ഒരു 3-4 കോമ്പറ്റീറ്റർ മനസ്സിലാക്കണം നിങ്ങൾ. ആ കോമ്പറ്റീറ്ററിന്റെ ഇൻസ്റ്റാഗ്രാം എടുക്കണം. ഇതൊക്കെ നിങ്ങളൊരു പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ജസ്റ്റ് നോട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് എന്നൊക്കെയുള്ള. അപ്പൊ നിങ്ങൾ എന്നിട്ട് പറയണം ഞാൻ ഇതൊക്കെ ഒരു ഇത്ര ദിവസത്തിനുള്ളിൽ ഞാനും കുറച്ച് അല്ലെങ്കിൽ ഒരു മാസം 2 മാസത്തിനുള്ളിൽ ഞാൻ ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കണം. എന്ത് ചോദിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ബ്രില്യൻസ്. നിങ്ങൾക്കത് ഞാനത് ഒന്നും കൂടി ഒരു സിസ്റ്റമാറ്റിക്കലി ഞാനത് ഒരു ക്ലാസ് എടുക്കാന്ന് വെച്ചോണ്ടിരിക്കണേ. ഇപ്പൊ ഞാനിത് റഫലി പറയണുള്ളൂ. ശരിക്കും ഒരു സിസ്റ്റമാറ്റിക്കലി ഞാൻ അതിനൊരു പ്രസന്റ് ചെയ്ത് അതിന്റെ ഒരു PPT ഉണ്ടാക്കി പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കണം, നിങ്ങളിപ്പോൾ ഡിജിറ്റലിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? എത്ര രൂപയാണ് സ്പെൻഡ് ചെയ്യണേ? നിങ്ങൾക്ക് എത്ര എൻക്വയറി വരുന്നുണ്ട്? ഇപ്പൊ നിങ്ങളുടെ കോസ്റ്റ് പെർ എൻക്വയറി എത്രയാണ്? ഇപ്പൊ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ എത്ര രൂപയാണ് സ്പെൻഡ് ചെയ്യണേ? നിങ്ങൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കുറച്ച് ചെയ്യുന്നുണ്ടോ? കണ്ടോ? അപ്പൊ നിങ്ങളുടെ ചോദ്യങ്ങൾ അതാണ്. നിങ്ങൾ എത്ര അഡ്മിഷനാണ് എടുക്കാൻ ടാർഗറ്റ് ചെയ്യണേ? കണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കോഴ്സ് പറഞ്ഞത് പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഡേറ്റ ഡ്രിവൺ മാർക്കറ്റിംഗ്. അല്ലാണ്ട് ഞാൻ എല്ലായിടത്തും പറയും നിങ്ങൾ ഒരു കമ്പനിക്ക് കുറച്ച് റീല് കൊടുക്കുക, വീഡിയോ കൊടുക്കുക, ട്രാഫിക് കൊടുക്കുക, ഇംപ്രഷൻ കൊടുക്കുക. ഇതൊന്നുമല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ആർക്കും വേണത്? നിങ്ങൾ ഒരു കമ്പനി ഹയർ ചെയ്യണതിനാ, നിങ്ങളൊരു മാർക്കറ്ററാണ്. അപ്പൊ ഒരു മാർക്കറ്റിംഗ് പേഴ്സണെ കമ്പനി ഹയർ ചെയ്യുന്നത് കുറച്ച് ഇംപ്രഷനും കുറച്ച് ലൈക്കും കുറച്ച് ട്രാഫിക്കിനും വേണ്ടിയിട്ടല്ല. നിങ്ങൾ അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾക്ക് ക്വാളിറ്റി എൻക്വയറി വേണം. അപ്പൊ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അതൊക്കെയാണ് നിങ്ങൾ ഇന്റർവ്യൂവിൽ വരണ്ടേ. അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനപ്പോൾ നിങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കുക.
നിങ്ങൾക്ക് ഇവിടെ എക്സിസ്റ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ഉണ്ടോ, അതോ നിങ്ങൾ നമ്മളൊരു ഏജൻസിക്കാണോ കൊടുത്തിരിക്കുന്നത്, ഇപ്പം നമുക്ക് എത്ര എൻക്വയറി ഒരു ദിവസം വരുന്നുണ്ട്. അപ്പോൾ അവർ ബബ്ബപ്പ് അടിക്കും. കാരണം അത് ചില ഇൻഫോർമേഷൻസ് ആണ്. അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പോൾ ഇപ്പം നമ്മുടെ അടുത്തൊരു 5 മാസത്തെ ടാർഗറ്റ് എന്താണ്, എത്ര എൻക്വയറി എടുക്കാമെന്നാണ്. ഇപ്പം നമുക്ക് ഇത്ര എൻക്വയറി ആണോ, ഇത്രയാണോ ഡിജിറ്റലി സ്പെൻഡ് ചെയ്യണത്, അത് ഏതൊക്കെ ചാനലിലാണ് സ്പെൻഡ് ചെയ്യണത്, ഫേസ്ബുക്കിലാണോ സ്പെൻഡ് ചെയ്യണത്, ഇൻസ്റ്റാഗ്രാമിലാണോ, ഗൂഗിളിലാണോ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിലാണോ, ഇപ്പം നമുക്ക് എത്രയുണ്ട് അതിൻ്റെ ബഡ്ജറ്റ്, ടീമുണ്ടോ, നമ്മൾ എക്സ്റ്റേണൽ ഏജൻസിക്കാണോ കൊടുത്തിരിക്കുന്നത്, ഇപ്പം നമ്മളൊരു മാസം എത്ര എൻക്വയറി വരുന്നുണ്ട്, നമുക്ക് അതിൽ നിന്ന് എത്രയാണ് കൺവേർഷൻ, നമ്മുടെ കൺവേർഷൻ റേറ്റ് എത്ര, അത് അങ്ങോട്ട് ചോദിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ കൺവേർഷൻ റേറ്റ്, അങ്ങനത്തെ ടേമുകളാണ് നിങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ കോസ്റ്റ് പെർ കൺവേർഷൻ എത്രയാ, കോസ്റ്റ് പെർ കൺവേർഷൻ എന്താണെന്ന് അറിയാമോ? പറയൂ. മിണ്ടണില്ലല്ലോ. ഹലോ. ഓരോ കൺവേർഷനും നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന്, എത്ര രൂപ സ്പെൻഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പൊ സുൽഫി വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അവരോട് ചോദിക്കും ഇപ്പൊ നമ്മുടെ കോസ്റ്റ് പെർ കൺവേർഷൻ എത്ര ഫ്രം ഡിജിറ്റൽ. അപ്പൊ അവർ പറയും ഞങ്ങളുടെ ഇപ്പൊ കോസ്റ്റ് പെർ കൺവേർഷൻ 20,000 റുപ്പീസ് ആണ് ഒരു ഡീലിന്. ക്ലിയർ. അപ്പൊ നിങ്ങൾ ബ്രില്യൻസ് ആയിട്ട് അത് കുറയ്ക്കാൻ പറ്റും നോക്കാം. അപ്പൊ ഇപ്പൊ പറയും ഇപ്പൊ നിങ്ങൾ 20,000, അപ്പൊ അവർ പറയും ഇപ്പൊ 20, ചില മിക്കവരും പറയില്ല, ചിലപ്പോൾ ഇന്റർവ്യൂ നടത്തുന്നവർക്ക് അറിയില്ല, അവരറിയാതെ നിങ്ങൾ ചോദിക്കണം. അതാണ് ചോദ്യം. അപ്പൊ പറയും കോസ്റ്റ് പെർ 20,000 ആണ് അല്ലേ, ഓക്കെ, ഞാൻ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു റെഡ്യൂസ് ദാറ്റ് വൺ. അപ്പൊ ഒരു ഹാപ്പി ആവേ കൊള്ളാലോ. അതെന്റെ ചോദിക്കണം നിങ്ങളുടെ ഇപ്പോഴത്തെ നമുക്കൊരു എൻക്വയറിക്ക് എത്രയാണ് കോസ്റ്റ് പെർ എൻക്വയറി ഫ്രം ഗൂഗിൾ, ഫ്രം സോഷ്യൽ മീഡിയ. അപ്പോൾ അവർ പറയും ഇപ്പൊ ഞാൻ ഗൂഗിളിൽ ഞങ്ങൾക്ക് ഒരു കോസ്റ്റ് പെർ എൻക്വയറി 2,000 രൂപയാണ്. അപ്പൊ നിങ്ങൾ പറയണം ഞാൻ കോസ്റ്റ് പെർ എൻക്വയറി കുറയ്ക്കാൻ നോക്കാം. അതാണ് എഗെയിൻ. അതെന്റെ ചോദിക്കും ഇപ്പൊ കൺവേർഷൻ റേറ്റ് എത്രയുണ്ട്. അപ്പൊ അവർ പറയണം 100 എൻക്വയറി 5 പേരാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പറയണം ഓ വളരെ കുറവാണല്ലോ, ഞാൻ കൺവേർഷൻ റേറ്റ് കൂട്ടാനുള്ള പരിപാടി നോക്കാം. അതാണ് ഞാൻ സെയിൽസിനെ കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ചത്, എങ്ങനെ എൻക്വയറിനെ പ്രോസസ് ചെയ്യാം. നല്ല രീതിയിൽ പ്രോസസ് ചെയ്യുമ്പോഴാണ് കൺവേർഷൻ റേറ്റ് കൂട്ടും. ഇപ്പൊ ഇങ്ങനെയാണ് ഞാനൊരു എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം എൻ്റെ അടുത്ത് വന്നാൽ 1000% കൺവേർട്ട് ആവും. ഞാൻ അവർക്ക് കൊടുക്കുന്ന ഗ്യാരണ്ടി ഉണ്ട്. എന്താണ് ഒരു ഗ്യാരണ്ടി? നിങ്ങളുടെ കൺവേർഷൻ റേറ്റ് കൂട്ടിത്തരാം. അതായത് ചിലപ്പോൾ അവരുടെ എക്സിസ്റ്റിംഗ് എത്രയാണെന്ന് അവർ പറയണം. അവർ സത്യമാണോ അല്ലേ എന്നുള്ളത് എനിക്ക് 2 മിനിറ്റ് ചോദ്യങ്ങൾ ചോദിച്ചും അറിയാൻ പറ്റും. അപ്പൊ ഞാൻ പറയാണ് കൺവേർഷൻ റേറ്റ് കൂട്ടിത്തരാം. അപ്പൊ ഒരു ഹാപ്പി ആവും, കൊള്ളാലോ. അടുത്ത ഞാൻ കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ് എൻക്വയറി ലീഡ് കൗണ്ട് കൂട്ടിത്തരാം. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ലീഡ് എടുക്കണം മനസ്സിലായി, അതിന്റെ ബഡ്ജറ്റ് കൂട്ടണം. അപ്പൊ നിങ്ങൾക്ക് ലീഡ് കൗണ്ട് കൂട്ടാൻ പറ്റും. അപ്പൊ ലീഡ് കൗണ്ട് കൂട്ടിത്തരാം. പിന്നെ ഞാൻ പറയണത് നിങ്ങളുടെ കോസ്റ്റ് പെർ എൻക്വയറി കുറച്ചു തരാം. കോസ്റ്റ് പെർ അഡ്മിഷൻ കുറച്ചു തരാം. ഇങ്ങനെ നിങ്ങൾ ടെക്നിക്കൽ ടേമുകളും അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുകയും നിങ്ങൾ ചെയ്തിരിക്കാൻ കൃത്യമായിട്ടുള്ള നമ്പർ സഹിതം പറഞ്ഞാലാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉറപ്പാണ്. ഞാൻ ഈ പറയുന്ന അപ്രോച്ചിലാണെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂ ഫേസ് ചെയ്താൽ നിങ്ങൾക്ക് 100% ജോബ് കിട്ടും. അതിന് കൃത്യമായ ഡേറ്റ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ട് വേണം സംസാരിക്കാൻ. ഡേറ്റ ഉണ്ടാവണമെന്നൊന്നുമില്ല, ഡേറ്റ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അവരടുത്ത് പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? ഇല്ല, കുറച്ചും കൂടി കോൺഫിഡന്റ് ആയോ? ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയോ? ഏ ക്ലിയർ. ഞാൻ ഇതിന്റെ ഒരു ഫോർമാറ്റ്, ഒരു സിസ്റ്റമായിട്ട് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെയാണ്. ഇനി അടുത്തത്, നിങ്ങളൊരു ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ് എനിക്ക് ഗൂഗിൾ ആഡ് ചെയ്തു തരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതിന്റെ നോർമലി എല്ലാവരും ചാർജ് ചെയ്യുന്നതാണ് 10 to 15% ഓഫ് ആഡ് സ്പെൻഡ്. ഒരു ക്ലയന്റിന് വേണ്ടി നിങ്ങൾ 1,00,000 രൂപ ഗൂഗിളിന് കൊടുത്ത് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് യു ക്യാൻ ചാർജ് 15%. നോർമൽ ചാർജ് ആണ്.
25% ചാർജ് ചെയ്യുന്നവരുണ്ട്, 30% ചാർജ് ചെയ്യുന്നവരുണ്ട്, യു വോണ്ട് ബിലീവ് 80% ചാർജ് ചെയ്യുന്നവരുണ്ട്. അതെങ്ങനെയാന്ന് ഞാൻ പറയാം. അപ്പൊ എങ്ങനെയാണ് ഒരു കമ്പനിയുടെ അടുത്ത് ചാർജ് ചെയ്യുന്നത് മനസ്സിലായോ? Yes, sir. ഇനി വേറൊരു മെത്തേഡ് പറയാം. അതിന് നിങ്ങൾക്ക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനം വേണം. ഞാൻ ചില ക്ലയന്റുകളിൽ നിന്ന് 80% ചാർജ് ചെയ്തിട്ടുണ്ട്, സ്റ്റിൽ ദേ ആർ ഹാപ്പി. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് വേണം. അതുകൊണ്ടാണ് നിങ്ങൾ വെറുതെ ഒരു ക്യാമ്പയിൻ ചെയ്ത് കൊടുക്കരുത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ക്ലയന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്യാമ്പയിൻ ചെയ്തു. ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അവർക്ക് 10,000 രൂപ മുടക്കി ഇപ്പോൾ 10 എൻക്വയറി വരുന്നുണ്ട്, ഒരു എൻക്വയറി കോസ്റ്റ് 1000 രൂപയാണ്. അതിൽ നിന്നും അവർക്കൊരു കൺവേർഷൻ കിട്ടുന്നുണ്ട്, ഇന്ന കീവേഡുകളൊക്കെയാണ് വർക്ക് ചെയ്യണത്, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സിസ്റ്റം എന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടി. അതിനെയാണ് ഇൻസൈറ്റ് എന്ന് പറയും. ഈ ഇൻസൈറ്റ് കിട്ടിക്കഴിഞ്ഞുമ്പോൾ നിങ്ങൾ ബി എന്ന് പറയുന്ന വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കപ്പാസിറ്റി വരും. അവരോട് പറയാൻ പറ്റും, സാറേ നിങ്ങൾ 1,00,000 രൂപ എനിക്ക് തന്നാൽ ഞാൻ നിങ്ങൾക്ക് 100 എൻക്വയറി തരാം. ആ 100 എണ്ണത്തിൽ നിന്ന് 20 അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്രോക്സിമേറ്റ്ലി 15 to 20 അഡ്മിഷൻസ് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് 100 എൻക്വയറി, നിങ്ങൾ 1,00,000 രൂപ വാങ്ങിയിട്ട് 20,000 രൂപ മുടക്കി നിങ്ങൾക്ക് 100 എൻക്വയറി കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് ആ പ്രീവിയസ് ക്യാമ്പയിനിൽ നിന്ന് കിട്ടാം. അങ്ങനെയും വർക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലയന്റ് എനിക്കുണ്ട്. അതാണ് എക്സ്പീരിയൻസ്. അല്ലാണ്ട് ഇന്നതേ വാങ്ങാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? Yes, sir. ആർക്കെങ്കിലും പിടുത്തം കിട്ടിയോ? എനിബഡി? Yes, sir. ശ്രുതി ക്ലിയർ ആണോ? അതെ സാർ, അതെ. സുൽഫി ക്ലിയർ? സാർ ക്ലിയർ ആണ്. അങ്ങനെയാണ് ഇതിന് ഞാൻ 1-2 പേര് പറഞ്ഞെന്നുള്ളൂ. എല്ലാവരും ഡൗട്ട് ഉണ്ട് ചോദിക്കും, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുക. അതാണ് മാർക്കറ്റിങ്ങിന്റെ പവർ എന്ന് പറയുന്നത്. വേറെ ടൈപ്പ് പോലത്തെ ജോബ് അല്ല മാർക്കറ്റിംഗ്. നമ്മൾ എന്താ കൊടുക്കുന്ന ബിസിനസ്സാ കൊടുക്കുന്നത്. നമ്മൾ എന്താ കൊടുക്കുന്ന എൻക്വയറിയാ കൊടുക്കുന്നത്. അൾട്ടിമേറ്റ് ആണ് ബിസിനസ് കൊടുക്കുക. നമ്മൾ പറയുന്ന കാശുകൾ തരും. അതാണ് ബിസിനസ്. എൻ്റെ ഇപ്പൊ നമ്മുടെ കോഴ്സിന് തന്നെ നമ്മൾ 1-2 എഡ്യൂക്കേഷൻ കൺസൾട്ടന്മാരുണ്ട്. അവർ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ റെഫർ ചെയ്യും. അപ്പൊ അവരെന്തുട്ട് ചെയ്യണത്, ഒരു പാരന്റ് വന്നു, അവരോട് പാരന്റിനെ കുറിച്ച്, കുട്ടികളെ കുറിച്ച് പഠിച്ച പോലെ മാർക്കറ്റിംഗ് നല്ലതെന്ന് മനസ്സിലായി അവർ നമ്മുടെ സ്ഥാപനത്തിന് റെക്കമെൻഡ് ചെയ്യണം. ആള് റെക്കമെൻഡ് ചെയ്തോളൂ, പക്ഷെ ആൾക്ക് കിട്ടുന്നത് ഹ്യൂജ് കമ്മീഷനാണ്. അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. ആള് ആകെ ചെയ്ത പണി 1 മിനിറ്റിലത്തെ പണിയാണ്, പക്ഷെ ആൾക്ക് അതിന് ഇത്ര പെർസെൻറ്റേജ് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞു. അതാണ് ബിസിനസ്. ക്ലിയർ? ആളിതുപോലത്തെ ഒരു 10 പേര്, 10 പിള്ളേർ, 10 സാമഗ്രിക്ക് റെക്കമെൻഡ് കൊടുത്തൊക്കെ ആൾക്ക് കിട്ടണ പൈസ എന്ന് പറയുന്നത് അമേരിക്കയിൽ ഒരു പോലും കിട്ടാത്ത പൈസയാണ്. അതാണ് ബിസിനസ്. അതിന് നിങ്ങൾക്ക് ഇൻസൈറ്റ് വേണം, എക്സ്പീരിയൻസ് വേണം, പ്രൊഡക്റ്റ് നോളജ് വേണം. അതുകൊണ്ടാണ് ഞാൻ എഡ്യൂക്കേഷൻ സെക്ടറിൽ മാത്രം നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻസൈറ്റ് ഉണ്ട്. കേരളത്തിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്കും പറഞ്ഞുതരാൻ പറ്റില്ല. കാരണം അവിടെ അവർക്ക് അങ്ങനത്തെ പ്രൊജക്ടുകൾ ചെയ്ത് എക്സ്പോഷർ ഉള്ളവരായിരിക്കില്ല പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ബിസിനസിനെ കുറിച്ച് പറയണം. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം, അത് പറയാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ ഡാനിയലിന്റെ ഫ്രണ്ട് ഉണ്ട്, അനസ് എന്നല്ല പേര്, ഡാനിയൽ. അതെ അതെ, മനസ്സിലായി. ആളായിട്ട് ആള് റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടിയാണ്. ആള് ആയിട്ട് ഞാൻ കുറെ നാള് ചെയ്തതാണ്. ആള് തൃശ്ശൂരുള്ള പലരെയും ആളെ ഏൽപ്പിച്ചു. ആള് സക്സസ് ആയില്ല. ആൾ എന്നിട്ട് എനിക്ക് പ്രൊജക്റ്റ് തന്ന് ഞാൻ കുറെ നാള് ചെയ്തു. ആള് എനിക്കൊരു എമൗണ്ട് മാസം തരാണ്.
എത്ര എമൗണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ ആളോട് പറഞ്ഞൊരു ഗ്യാരണ്ടി ഇത്രേ ഉള്ളൂ. ആളൊരു എമൗണ്ട് തന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഈ എമൗണ്ടിൽ എത്ര സ്പെൻഡ് ചെയ്തു ഞാൻ നിങ്ങളോട് പറയാൻ പോണില്ല. പക്ഷേ നിങ്ങൾ മുടക്കുന്ന എമൗണ്ട് വെറുത്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യും. ഐ വിൽ മേക്ക് യു ഹാപ്പി. ഇതായിരുന്നു എൻ്റെ അഗ്രിമെന്റ്. പുള്ളി ഓക്കെ പറഞ്ഞു, പുള്ളി ചെയ്തു, പുള്ളി ഹാപ്പി ആയിരുന്നു. പുള്ളിയുടെ മോസ്റ്റ് ഓഫ് ദ യൂണിറ്റും സോൾഡ് ഔട്ട് ചെയ്തത് എന്നിലൂടെയാണ്, ഞാൻ കൊടുത്ത എൻക്വയറി വഴിയാണ്. ഞാൻ അവിടെ ഇഷ്ടംപോലെ പോയിക്കുന്നതാണ്. ഇവിടെ ഗുരുവായൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വലിയ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഗ്രൂപ്പാണ് അവർ. അവരുടെ ആദ്യം വേറെ പ്രോപ്പർട്ടി ഉണ്ടായി, പിന്നെ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തുടങ്ങി. അപ്പോൾ എന്നെ വിളിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ബിസിനസ്. എനിക്ക് എൻ്റെ അടുത്ത് ആ ഇൻസൈറ്റ് ഉണ്ട്, എൻ്റെ അടുത്ത് ആ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതാണ് നിങ്ങൾക്ക് ആ ഇൻസൈറ്റ് കയ്യിൽ കിട്ടണം. അത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ, കാരണം നിങ്ങൾ കൊടുക്കുന്ന ബിസിനസ്സാണ്. ഇപ്പം എൻ്റെ ഓഫീസിൽ ഇപ്പം ഞാനൊരു സുൽഫി എന്ന് പറഞ്ഞ അക്കാഡമിക് കൗൺസിലറാണ്. എൻ്റെ ഓഫീസിൽ അക്കാഡമിക് കൗൺസിലർ ഉണ്ട്. ഇപ്പം ഞാൻ സാലറി ഒന്നും പറഞ്ഞില്ല. എനിക്ക് ചില അക്കാഡമിക് കൗൺസിലർ 1 രൂപയുടെ ബിസിനസ് ഒന്നും തന്നില്ല. ഞാൻ അവർക്ക് സാലറി കൊടുക്കുന്നു, അവർക്ക് ഞാൻ ഡേറ്റ കൊടുക്കുന്നു. അപ്പൊ എനിക്കുണ്ടാവുന്ന ഹ്യൂജ് നഷ്ടമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സെയിലും തന്നില്ല. അപ്പൊ അതിനേക്കാൾ അതൊന്നും ആലോചിച്ച് ഡീൽ നടക്കണില്ല. അതിൻ്റെ അടുത്താണ് വേറെ ആൾ ഡീൽ കൊണ്ടിട്ട് വരാൻ തുടങ്ങി. അപ്പൊ ഇന്ന് എനിക്ക് ഒരു അഡ്മിഷൻ തന്നിട്ട് വേറൊരാൾ പറഞ്ഞ ഒരാളിന് ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ട് വിളിച്ചിട്ട് ഞാൻ നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ട് ആൾ വിളിക്കുന്നു. ആൾ വിളിച്ചു, ആളപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്തു. എനിക്കിതിൽ നഷ്ടമുണ്ടായി, എനിക്കൊന്നും നഷ്ടം വന്നില്ല. ആളൊരു ബിസിനസ് തന്നു, ഞാൻ പൈസ കൊടുത്തു. അതാ പറഞ്ഞത്, നിങ്ങൾ ആർക്ക് ബിസിനസ് കൊടുക്കുന്നോ അവർ നിങ്ങൾ ചോദിക്കുന്ന പൈസ തരും. ഇപ്പൊ ഒരു കമ്പനി ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു ബിൽഡർ തന്നെ, ഞാൻ ഒരു ബിൽഡറിനെ തന്നെ എടുക്കാം. ഒരു ബിൽഡർ, അതാ പറഞ്ഞ നിങ്ങൾ മാർക്കറ്റ് പഠിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരു ബിൽഡറിന്റെ ഒരു ഫ്ലാറ്റിന്റെ ഡീൽ എന്ന് പറയുന്നത് അവര് ഒരു ഔട്ട്സൈഡ് ഏജൻസി വന്നാൽ 2% അവർ കൊടുക്കാൻ അവർ നോർമലി കൊടുക്കും. അതായത് 1 കോടിയുടെ ഡീൽ നടന്നാൽ 2 ലക്ഷം രൂപ വരെ അവർ തേർഡ് പാർട്ടിക്ക് കൊടുക്കും. ഇപ്പൊ 2 കോടിയുടെ പ്രോപ്പർട്ടിയുടെ ഡീൽ നടന്നാൽ 4 ലക്ഷം രൂപ അവർ കൊടുക്കാൻ ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അതാണ് ഒരു ഫ്ലാറ്റിന്റെ ഡീൽ എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ആക്ച്വലി ദേ ആർ റെഡി ഫോർ 4 lakhs ഫോർ 1 ഡീൽ. 2 കോടിയുടെ പ്രോപ്പർട്ടി ആണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ 4 ലക്ഷം രൂപ അവർ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് ഫോർ 1 കൺവേർഷൻ. മനസ്സിലായോ? അതാണ് ഫ്ലാറ്റ് അഗ്രസീവ്ലി കളിക്കാം. ആ നേരത്ത് നിങ്ങൾ പറയാണ് ഞാനിത് 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഡീലാക്കി തരാമെന്ന് പറഞ്ഞാൽ അവർ വെരി ഹാപ്പിയാണ്, വെരി ഹാപ്പി. അതാണ് നിങ്ങൾ ബിസിനസ് പഠിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ സുൽഫിയുടെ അടുത്തായാലും നിങ്ങൾ അവിടെ ചെന്നിട്ട് ചോദിക്കണം, ഹൗ മച്ച് ദേ ആർ റെഡി ഫോർ 1 അഡ്മിഷൻ. അവർക്കൊരു അളവുണ്ട്, അത് നിങ്ങൾ പഠിക്കുക. അതിന്റെ താഴേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവണം. അവിടെയാണ് നിങ്ങൾ വിജയിക്കുന്നത് ശരിക്കും. ക്ലിയർ? അപ്പൊ അങ്ങനത്തെ മോഡലിലും നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. അതൊക്കെ എക്സ്പീരിയൻസ് ആണ് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനത്തെ ക്ലൈന്റ് ഉണ്ട്. അതാണ് ഞാനിപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ട് വന്ന ആളാണ് ഡാനിയൽ എന്ന് പറയുന്നത്. എൻ്റെ ക്ലൈന്റ് ആയിരുന്നു അവര്. അതാണ് ഞാൻ ഇത്ര ഓപ്പൺലി പറയണത്. കാരണം അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഡീല്. ഇനി ചില ഡീൽ ഉണ്ടാവും, 1 ലക്ഷം രൂപ മുടക്കിയാൽ 15% നിങ്ങൾ എനിക്ക് തന്ന എന്ന് പറയുന്ന ഡീലുണ്ട്. അവിടെ നിങ്ങൾ എത്രയാണ് സ്പെൻഡ് ചെയ്യുന്നത് അവിടെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അവിടെ ഞാൻ പറയാൻ പറ്റില്ലെന്ന് പറയരുത്, അത് ട്രാൻസ്പെറന്റ് ആയിരിക്കണം. എന്താണോ ചെയ്യുന്നത് അതിന് മുന്നേ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട്. ഞാൻ പല മോഡലുകളും പറയണതാണ്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് വേറൊരു വലിയൊരു മോഡൽ പറയാം. ഞാൻ ഞെട്ടിപ്പോയതും വലിയൊരു സംഭവമാണ്. ഞാൻ ജെറ്റ് എയർവേസിൽ എന്നെ എടുത്തു, ഇൻഹൗസ് ചെയ്യാനെടുത്തത്. എന്നെ എടുത്തപ്പോൾ അവരുടെ പ്ലാൻ ഇൻഹൗസ് സെറ്റപ്പ് ഉണ്ടാക്കാനാണ്. അവര് ആ പ്രൊജക്ട് ഞാൻ വരുന്നതിന് മുൻപ് മുംബൈയില്, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 ഏജൻസിയാണ് പിൻസ്റ്റോം എന്ന് പറയും. പിൻസ്റ്റോം എന്ന് പറഞ്ഞ ഡിജിറ്റൽ ഏജൻസി, അതിന്റെ ഹെഡർ, അതിന്റെ ഫൗണ്ടർ എന്നൊക്കെ പറഞ്ഞ ഡിജിറ്റലിലെ ഒരു കാലഘട്ടത്തെ ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പൊ നിറച്ച് ഡിജിറ്റൽ വിപ്ലവമായി. പക്ഷെ അന്ന് ഞാൻ ഈ പറയുന്നത് 15-16 വർഷം മുന്നത്തെ കഥയാണ്. 16 2008 ഞാൻ ജെറ്റിൽ വർക്ക് ചെയ്തത്. അപ്പൊ എത്ര, 16-17 വർഷമായി.
ഇപ്പൊ തന്നെ എൻ്റെ അടുത്ത് എൻ്റെ ഓഫീസിലുള്ള ആരോ വിളിച്ചിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്ക് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നവർ ഒരു 5 വർഷമായിട്ടുള്ള പുള്ളി പറഞ്ഞു. നമ്മുടെ കൗൺസിലർ വിളിച്ചപ്പോ ക്ലിയർ ആയോ? അപ്പൊ ഞാൻ 20 വർഷം മുകളിലായെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പോൾ കേട്ട് വന്നുള്ളൂ, ആൾക്കാർ വിശ്വസിക്കുന്നില്ല ആൾക്കാർ. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ലിങ്ക്ഡിനിലായാലും ചില പോസ്റ്റുകൾ വിത്ത് ഫോട്ടോസ് സഹിതം കിട്ടുന്ന ആൾക്കാർ കാണി വിശ്വസിക്കാണി ചെയ്യട്ടെ എന്ന് ഓർത്തിട്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ ജെറ്റിൽ വർക്ക് ചെയ്തപ്പോ പിൻസ്റ്റോം എന്ന് പറഞ്ഞവരെ, അതാണ് നിങ്ങൾ പറഞ്ഞ ചില മിക്ക കമ്പനികളിൽ ഇങ്ങനത്തെ ഫ്രോഡുകൾ ഉണ്ടോ, നിങ്ങൾ അത് കണ്ടുപിടിച്ച് കമ്പനീനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻസൈറ്റുകൾ കൊടുക്കാനുള്ള കഴിവുണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവണം. ഞാൻ ചെന്നപ്പോൾ ജെറ്റ് റിവേഴ്സും പിൻസ്റ്റോമും തമ്മിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാന്ന് പറയുമ്പോൾ അവരുടെ ഡീല് ഒരു ക്ലിക്കിന് 40 രൂപ ജെറ്റ് റിവേഴ്സ് കൊടുക്കണം പിൻസ്റ്റോമിന്. ഒരു ക്ലിക്കിനാണ് 40 രൂപ. ആലോചിച്ച് നോക്കി, അന്ന് ഒരു ക്ലിക്ക് 10 രൂപയ്ക്ക് ക്ലിക്ക് കിട്ടും. ഞാൻ ക്യാമ്പയിൻ ചെയ്തതാണ്. അപ്പൊ ഒരു മാസം പിൻസ്റ്റോമിന് ജെറ്റ് റിവേഴ്സ് കൊടുക്കുന്ന എത്രയാണെന്ന് അറിയാമോ? 50 ലക്ഷം 60 ലക്ഷം രൂപയുടെ ബില്ലിംഗ് ആണ്. ആ 60 ലക്ഷത്തിൽ 40 ലക്ഷം പിൻസ്റ്റോമിന് പ്രോഫിറ്റ് ആണ്. അപ്പോഴും ജെറ്റ് റിവേഴ്സ് അവരുടെ ബിസിനസ് ഉണ്ടായിരുന്നു. ഞാൻ ഇൻഹൗസ് വന്ന് ഞാൻ ഈ പ്രൊജക്ട് ഇൻഹൗസ് ചെയ്തിട്ട് ഈ പിൻസ്റ്റോമിന്റെ ഫൗണ്ടർ ഒരാഴ്ച ഓഫീസിൽ നിന്ന് പോയിട്ടില്ല. പുള്ളി വന്ന് പ്രഷർ ചെയ്ത് എന്നെ വരെ പ്രഷർ ചെയ്ത് എന്നെ വരെ ഫോൺ വിളിച്ച് അവരെ വിളിച്ച് ഇവർ, കാരണം വലിയൊരു ബിസിനസ്സാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെയുണ്ടാണ്. ഒരു ക്ലിക്കിനാണ് ചാർജ് ചെയ്യണത്. 1 ക്ലിക്കിന് ചാർജ് ചെയ്യണു, 10 to 15% ചാർജ് ചെയ്യുന്നു. ഒരു എമൗണ്ട് പണിത് ഇത്ര ബിസിനസ് നമ്മൾ തരാമെന്ന് പറയുന്നു, അങ്ങനെ ചാർജ് ചെയ്യുന്നു. പല രീതിയിലും നിങ്ങളുടെ മിടുക്കനുസരിച്ച്. പക്ഷെ എന്താണോ പറയുന്നത് അത് ഡെലിവറി ചെയ്യാം. അപ്പൊ അവർ പറയുന്ന ഒരു ക്ലിക്കിന് 40 രൂപ എന്ന് പറഞ്ഞാൽ അവർ റോങ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ കാരണം ജെറ്റ് റിവേഴ്സിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് അവരത് ചെയ്യേണ്ടി വന്ന് ഡീൽ നടത്തി. പിന്നെ ജെറ്റ് റിവേഴ്സ് പഠിച്ചു കഴിഞ്ഞപ്പോൾ വേറെ ആൾ വന്നു, ഞാനവിടെ ഇൻഹൗസ് വന്നു, ഇൻഹൗസ് തന്നെ ഞങ്ങൾ സെറ്റപ്പ് ചെയ്തു. ഇനിയിപ്പോൾ 15% ആണെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് അവർ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. എന്താണോ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്പെറൻസി ഉണ്ടാവണം, അതിന് ക്ലാരിറ്റി ഉണ്ടാവണം. അങ്ങനെയും ചാർജ് ചെയ്യാം. ക്ലിയർ? അതാണ് ഡിജിറ്റലിന്റെ പവർ എന്ന് പറയുന്നത്. നിങ്ങൾ അതിന്റെ ടെക്നിക്ക് പഠിച്ചോ, നിങ്ങൾക്ക് ബിസിനസ് സ്കൈ ഈസ് ലിമിറ്റഡ് ആണ്. അതിന് മാത്രം ബിസിനസ് ഉണ്ടാക്കുക. അത് ടെക്നിക്ക് അറിയണം, അത് പെട്ടെന്ന് നിങ്ങൾ വരില്ല അതിലേക്ക്. അതാണ് ബിസിനസ് മാർക്കറ്റിങ്ങിന്റെ പവർ എന്ന് പറയുന്നത്. ഡിജിറ്റലിന്റെ പവർ എന്ന് പറയുന്നത് അതാണ്. അത് ചിലവർ അതിൽ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്ത് താല്പര്യം വേണം, അതിന്റെ ഒരു ഒരു ഇതുണ്ടായി ചെയ്യുന്നത് നിങ്ങൾ ചെയ്ത് 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 ഇതോട് പോവാം. ക്ലിയർ? ഇൻട്രസ്റ്റിംഗ്? Yes, sir. കുറച്ചും കൂടി ക്ലാരിറ്റി ആയോ? Yes, yes. എന്തെങ്കിലും ചോദിച്ചോളൂ. നമുക്ക് നമ്മുടേതായ പ്രോഡക്റ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമല്ലേ? പിന്നെ നിങ്ങൾ നമുക്കൊരു എനിക്ക് പ്രോഡക്റ്റ് ഉണ്ട്, പെർഫ്യൂം. വെരി ഗുഡ്, ഞാൻ അതിലേക്ക് വരാം. എനിക്ക് ഒരു എനിക്ക് വളരെ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഒരു ക്ലയന്റിന് വേണ്ടും എനിക്ക് ചെയ്തു കൊടുക്കാൻ താല്പര്യമില്ല. എനിക്ക് സക്സസ്ഫുള്ളി ചെയ്യാൻ അറിയെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ചെയ്യാതെ, എനിക്ക് ഇതിന്റെ മാർക്കറ്റിംഗ് ഫോർമുല അറിയെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ സെക്ടറിൽ ചെയ്ത് എനിക്ക് എൻ്റെ തന്നെ പല കോഴ്സുകളും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടാണ്. സ്റ്റഡി അബ്രോഡ് ആയാലും കുറെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ ചില എഡ്യൂക്കേഷൻ ക്ലയന്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ടും പൈസയും കണ്ടിന്യൂസ് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ചില എഡ്യൂക്കേഷൻ സെക്ടറിൽ, അതുകൊണ്ട് എഡ്യൂക്കേഷൻ സെക്ടറിൽ മാത്രമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പെർഫ്യൂം ഉണ്ട്, നിങ്ങളൊരു സൈറ്റ് ഉണ്ടാക്കി, ഇ കൊമേഴ്സ് സൈറ്റ് ഉണ്ടാക്കി നിങ്ങളെ പെർഫ്യൂം അത് വെച്ച് വിറ്റു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി വിറ്റു. തുടക്കം നിങ്ങൾ ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്ത് ആ മോഡൽ ഉണ്ടാക്കണം, ഈ മോഡൽ ഉണ്ടാക്കണം, ഇന്ന ഇൻഫ്ലുവൻസർ വെച്ച് ചെയ്യണു. വൺസ് നിങ്ങൾക്ക് ആ ഒരു മിക്സിങ് കിട്ടിയാൽ പിന്നെ നിങ്ങൾ ബഡ്ജറ്റ് ഇട്ട് നിങ്ങൾക്ക് അത് അടിച്ചുവിടാം. നിങ്ങൾക്കത് ആ മിക്സിങ് കണ്ടെത്താന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അത് വെരി ടഫാണ്. അതാണ് ജേണി. അതിലേക്കാണ് നിങ്ങൾ എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാം, ഏത് കീവേഡാണ് ശരിക്കും വർത്ത് ആവണേ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏത് തരം പോസ്റ്റ് ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്, എങ്ങനത്തെ വീഡിയോ ആണ് ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യണേ, എന്ത് ചെയ്തപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഡീലും തന്നെ. അതാണ് അനലിറ്റിക്കൽ സ്കില്ല് വേണം എന്ന് പറയുന്നത്. അത് നിങ്ങൾ കണ്ടെത്തത് പലതും എക്സ്പീരിമെന്റ് ചെയ്യണം. ഇതിനൊരു ഫിക്സഡ് ഫോർമുലയില്ല. ഫിക്സഡ് ഫോർമുല നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആ ജേണി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യകാലത്തെ ഏജൻസി തുടങ്ങിയതാണ്. ഞാൻ ബോംബെയിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഏജൻസി തുടങ്ങി.
ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ പലതരം വെർട്ടിക്കൽ ആൾക്കാർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു കൊടുത്തു. ഞാൻ ചെയ്ത വലിയൊരു മിസ്റ്റേക്കാണ്. പലതരം വെർട്ടിക്കൽ എന്ന് വന്നിട്ടാ റിയൽ എസ്റ്റേറ്റിന് ചെയ്തു കൊടുത്തു, മാട്രിമോണിയലിന് ചെയ്തു കൊടുത്തു, ഇ കൊമേഴ്സ് സൈറ്റിന് ചെയ്തു കൊടുത്തു, മാരേജ് സൈറ്റിന് ചെയ്തു കൊടുത്തു, എഡ്യൂക്കേഷൻ സൈറ്റിന് ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, കാരണം അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ നമ്മളൊരു കുഞ്ഞു കാര്യം ചെയ്യുന്നു, എഡ്യൂക്കേഷന് കുഞ്ഞു കാര്യം ചെയ്യുന്നു, ഇങ്ങനെ ഒരു കുഞ്ഞു കാര്യം തന്നെ പല ക്ലയന്റുകൾക്കും ചെയ്യണം. നമ്മൾ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ വി ആർ നോട്ട് ഗ്രോയിങ്. അങ്ങനെയാണ് ഞാൻ എഡ്യൂക്കേഷനിൽ മാത്രം ഫോക്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു എഡ്യൂക്കേഷന് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു, SEO ചെയ്തു, അത് കഴിയുമ്പോൾ ഗൂഗിൾ ആഡ് ചെയ്തു, അത് കഴിയുമ്പോൾ ഫേസ്ബുക്ക് ചെയ്തു, അത് കഴിയുമ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്തു, ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്തു, മൊബൈൽ ആപ്പ് മാർക്കറ്റിംഗ് ചെയ്തു, അടുത്തെന്താന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ. അപ്പോൾ നമ്മൾ വേറെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, നമ്മൾ അതിന്റെ എക്സ്പെർട്ട് ആവും. ഇപ്പൊ നിങ്ങളായാലും ഒരു വെർട്ടിക്കലിൽ ഫോക്കസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, എഡ്യൂക്കേഷൻ സ്ഥാപനം എൻ്റെ അടുത്ത് വന്ന് 100% കൺവേർട്ട് ആവുമെന്ന് പറയാൻ കാര്യം ഞാൻ അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. സെയിൽസ് വരെ ചെയ്യണു, എൻക്വയറി എങ്ങനെ കൺവേർട്ട് ആവാന്ന് ചെയ്യണു, CRM ചെയ്യണു, എല്ലാം എവറിത്തിങ് ഐ മാനേജ്. അവിടെയാണ് നിങ്ങൾ എക്സ്പെർട്ട്. അല്ലാണ്ട് പലതരം നോളജ് ഉണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെർട്ടിക്കൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഞാൻ എഡ്യൂക്കേഷനും റിയൽ എസ്റ്റേറ്റ് ചെയ്തു. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് പൈസ ഉണ്ടാക്കുമെന്നാണ് റിയൽ എസ്റ്റേറ്റിൽ ഞാൻ ഫോക്കസ്ഡ് ഉണ്ടായിരുന്നു. ക്ലിയർ ആയോ? സാർ ഇപ്പോൾ ഞാനും ഈ പറഞ്ഞ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. ഒരു പ്രൊഡക്റ്റോ ഐഡന്റിഫൈ ചെയ്തിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ സാറിന്റെ ഇപ്പോൾ ഈ പറഞ്ഞത് പ്രകാരം ഒരു ഹൈ വാല്യൂ ഇൻഡസ്ട്രി ചൂസ് ചെയ്യണോ നല്ലത്? കാരണം ട്രാൻസാക്ഷൻ അതെല്ലാം ഞാൻ അതിലേതാ ശരി തെറ്റെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ ഇന്നതാണ്, അത് നിങ്ങളുടെ ബ്രില്യൻസ് ആണ് വേണ്ടത്. ഓക്കെ, ഇപ്പൊ ഹൈ വാല്യൂവിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട്, അതിൻ്റെതായ കോമ്പറ്റീഷൻ ഉണ്ട്. ചെറിയ വാല്യൂവിനായാലും ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്തത് ഞാൻ പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. 1 മില്യൺ എൻക്വയറി ജനറേറ്റ് ചെയ്യുക, 40,000 അഡ്മിഷൻ, 100 കോടി ബിസിനസ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തില്ല. അവരുടെ ഒരു കോഴ്സ് വാല്യൂ 25,000 രൂപയുള്ളൂ. ക്ലിയർ? ഇനി ഹൈ വാല്യൂ ചെയ്യുന്ന ഇപ്പൊ ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വാല്യൂ ഡീലാണ്. അതൊക്കെ ചെയ്യാൻ പറ്റും, എന്തും ചെയ്യും. അപ്പൊ ഞാൻ ജീവിതത്തിൽ പഠിച്ചത്, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക, അത് സക്സസ് ആക്കി എടുക്കാൻ നോക്കാം. ഹൈ വാല്യൂ ആയാലും ചെറു വാല്യൂ ആയാലും എന്തും ആയാലും ചിലപ്പോൾ അതൊരു കുറച്ച് സമയം എടുക്കും, സക്സസ് ആക്കി എടുക്കാൻ നോക്കാം. ഓക്കെ. ഇപ്പൊ ഞാനിപ്പോ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആദ്യം ഞാൻ തുടങ്ങിയപ്പോൾ നിറച്ചിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്ത് നോക്കിയോ. നമ്മള് ഒരു 1 മന്ത് കഴിയുമ്പോഴേക്ക് നമ്മുടെ ക്ലാസ്സിൽ തന്നെ 40-50 പിള്ളേരിലേക്ക് എത്താൻ പോവാണ് ഈ സാധനം. ഇപ്പൊ ഞാനിതിൽ ഞാൻ കുറച്ച് UK-യിലായിരുന്നു. കുറച്ച് എൻ്റെ ഒരു UK പോയപ്പോൾ കുറച്ച് എൻ്റെ ഒരു ഫോക്കസ് ഒക്കെ നഷ്ടപ്പെട്ടു. ഞാനിനി ഒരു ഏറ്റവും വലിയൊരു തിരിച്ചുവരവിലേക്കാണ് ഞാൻ. ഒരു 2-3 മന്ത്സിനുള്ളിൽ ഒരു ഹൈ ആയിട്ടുള്ള ഒരു തിരിച്ചുവരവ് ഉണ്ടാവും. തിരിച്ചു വന്ന് ഞാൻ എൻ്റെ ഇവിടുത്തെ പ്ലേസ് ഉണ്ട്, ഒരു പൊസിഷൻ ഉണ്ട്, അത് ഞാൻ 100% ഉറപ്പിക്കും മേഖലയിൽ. എഡ്യൂക്കേഷൻ സെക്ടറിൽ വ്യക്തമായ, കാരണം എൻ്റെ വിശ്വസിക്കുന്നില്ല, എൻ്റെ മിക്ക സ്റ്റുഡൻസുകളാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പഠിച്ചവരാണ്. ഇവിടുത്തെ കൊച്ചിയിലുള്ള ഒരുപാട് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ. ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, SLBS എന്ന് പറയും, അവർക്ക് ലോജിസ്റ്റിക്സ് അങ്ങനത്തെ പലതരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളതാണ്. ഒരുപാട് കോഴ്സ് ഉണ്ട്. അവിടുത്തെ ഒരു മാഡം ഉണ്ട്, എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇന്നിപ്പോൾ അവിടെ 200 അക്കാഡമിക് കൗൺസിലേഴ്സാണ്. 200 അക്കാഡമിക് കൗൺസിലർ ഇതേപോലെ നിങ്ങളെപ്പോലെ എൻ്റെ അടുത്ത് പഠിച്ചതാണ്. ഓക്കെ, ഇതുപോലത്തെ മിക്ക കേരളത്തിലുള്ള കൊച്ചിയിലുള്ള ഒട്ടുമിക്ക എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലെ ആൾക്കാരും നമ്മളായിട്ട് പല രീതിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ എഡ്യൂക്കേഷൻ സെക്ടറിലായതുകൊണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ നമ്മളൊരു ഫോക്കസ് എന്ന സാധനമുണ്ട്. അപ്പൊ ഞാനിപ്പോൾ നമ്മുടെ ഇതിലായാലും നിങ്ങൾ ആ ഒരു വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിവിടെ എല്ലാ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും ചെയ്തപ്പോൾ ഞാൻ കണ്ട ഏറ്റവും വലിയ ഡ്രോബാക്സ് ആണ് അവിടെ പഠിപ്പിക്കുന്നവർ. അപ്പൊ ആ ഡ്രോബാക്സ് ആണ് ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് എല്ലാവരോടും പറയുന്നത്. അതുപോലെ ലേറ്റസ്റ്റ് ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആൾക്കാരെ അതുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വീണ്ടും ആൾക്കാർ ഇത് ഇഷ്ടംപോലെ വരും. ഇപ്പൊ തന്നെ കുറെ പേര് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലിയർ? അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞു പെർഫ്യൂം, നിങ്ങൾ അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക, കോമ്പറ്റീറ്ററെ കുറിച്ച് പഠിക്കുക, എന്താണ് അവരുടെ വാല്യൂകൾ, അവരെന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ USP എന്താണെന്ന് മനസ്സിലാക്കുക. ഓരോരുത്തർക്കും ഓരോ USP ഉണ്ട്, യൂണിക് സെല്ലിംഗ് പോയിന്റ്, അത് മനസ്സിലാക്കുക. എന്റെ സ്ഥാപനത്തിന് USP എന്നുള്ളത് ഞാൻ ക്ലാസ് എടുക്കാൻ എന്ന് പറഞ്ഞതാണ് ഒരു USP. അതാണ് USP.
അത് നിങ്ങളുടേതായ USP നിങ്ങൾ കണ്ടെത്തണം. അപ്പോഴാണ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റൂ. നിങ്ങളുടെ പെർഫ്യൂം നോർമലി അല്ല, മാർക്കറ്റിൽ ഇഷ്ടംപോലെ പെർഫ്യൂം ഉണ്ട്. നിങ്ങളുടെ ആ പെർഫ്യൂം അവിടെ വന്നുകൊണ്ട് എന്താണ് വ്യത്യാസം വരുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂ കുറവാണോ? അല്ലെങ്കിൽ എന്താണ് ആ USP കണ്ടെത്തണം. എന്തിനായാലും, നിങ്ങളുടെ ജോലിക്കായാലും ശരി, പെർഫോമൻസിലായാലും ശരി. ഇപ്പൊ നിങ്ങൾ പറയണ, നിങ്ങൾ ഗൂഗിൾ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പറയണ എനിക്ക് വേറെ സോഷ്യൽ മീഡിയ അറിയില്ല, SEO അറിയില്ല, ഗൂഗിൾ ആഡ് നിങ്ങൾ ഒരു 50 കോടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ആഡിന്റെ പ്രൊജക്ട് ഗ്യാരണ്ടി ആണ്. നിങ്ങളുടെ USP അതാണ്. നിങ്ങൾക്ക് അതിൽ സ്കിൽ ഉണ്ടെന്ന് മനസ്സിലായേ? ഓക്കെ. അപ്പൊ അത് തുടക്കം വെരി ടഫാണ്. ഞാൻ ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് കാര്യങ്ങളാണ്. അപ്പൊ അതിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ജേർണി ടഫാണ്. അപ്പൊ നിങ്ങൾ ആദ്യം എവിടെയെങ്കിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഐഡിയാസ് കിട്ടി ഞാനിപ്പോ സംസാരിക്കുന്ന ഇത്ര വർഷങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ തുടക്കം പറഞ്ഞ, നിങ്ങൾ തുടക്കമേ തെറ്റ അതിന് സെറ്റ് ചെയ്ത് പോയാലാണ് നിങ്ങൾക്ക് പറ്റും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് പ്രൊജക്റ്റുകൾ കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെയാണ് നിങ്ങളെ ഏജൻസി ആയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവരെ നിങ്ങളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിക്കുന്നു, ഞാൻ ഇത്ര ചെയ്യാം. നിങ്ങൾ ഒരു നേരത്തെ തന്നെ ഒരു പ്രിപ്പയർഡ് ആയിട്ട് പോവാം. നോട്ട് ചെയ്യുക പേപ്പറിലെല്ലാം, ഇതൊക്കെയല്ലേ എത്രയാണ്. അവർ ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ യു ആർ ടോക്കിംഗ് സെൻസ്. എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിരിക്കുന്നത്, ഞാൻ ചെയ്തു, മറ്റേ കുറെ ക്ലിക്ക് തന്നു, എൻക്വയറി ഒന്നും വന്നില്ല. അതെന്റെ ദാറ്റ് ഈസ് നോട്ട് മൈ ഏരിയ. എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ, ക്ലിക്ക് വന്നു. ചില ഇൻഫ്ലുവൻസർമാരുണ്ട്, ഞങ്ങളത് ചെയ്തു, ഞങ്ങൾക്ക് റീച്ച് തരാനേ പറ്റുള്ളൂ, നമുക്കത് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. അവിടെയാണ് പെർഫോമൻസ്. നിങ്ങൾക്ക് പറയാനുള്ള കഴിവുണ്ടാവണം, ഇത്ര എൻക്വയറി തരാം, ഇതിൽ നിന്ന് ഇത്ര ഡീൽ നടത്താം എന്ന് നിങ്ങൾക്ക് പറയാനുള്ള കഴിവ് വരുമ്പോഴാണ് നിങ്ങൾ പക്ക മാർക്കറ്റർ ആവണേ. അവിടെ നിന്ന് നിങ്ങൾ വിജയമാണ്. പിന്നെ ക്ലിയർ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇത് നിന്റെ ഒരു ഫസ്റ്റ് ഒരു 4-5 സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്. നമ്മളിപ്പോ ഇതിലേക്കൊക്കെ എത്താറുള്ളത്, നമ്മളിപ്പോ ഈ ടൂൾസ്, ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് പിന്നെ കുറച്ചൊരു ഫീൽഡ് എക്സ്പീരിയൻസ് നേടി അങ്ങനെ സ്ലോലി ബിൽഡപ്പ് ചെയ്ത് വരണം. അങ്ങനെ വരുള്ളൂ, അങ്ങനെ വരാൻ പാടുള്ളൂ, അങ്ങനെ വരണ്ടേ. അങ്ങനെ ഒറ്റയടിക്ക് നിങ്ങൾക്ക്, ഞാൻ ഈ സംസാരിക്കുന്നത് ഒരുപാട് പ്രൊജക്ടുകൾ ചെയ്യുകയും ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുകയും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളെ റൈറ്റ് ഡയറക്ഷനിലേക്ക് വിടാണ്ട് എൻ്റെ ക്ലാസ് കഴിഞ്ഞ് നാളെ തന്നെ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ലല്ലോ. ഞാൻ നിങ്ങളത് ടൈം എടുത്തെടുത്തിട്ടാണ് ചെയ്യണ്ടേ. അതിനുള്ള സ്കോപ്പ് ഉണ്ട്. അതാ ഞാൻ എല്ലാത്തിലൂടെ യാത്ര ചെയ്യുകയും, അല്ലെങ്കിൽ ഞാനും ഇപ്പോഴും ഒരുപാട് പഠിക്കാൻ എഫേർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് അത് പറയുന്നത്. നിങ്ങളിത് ഇങ്ങനെയാണ് അതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇതിവിടെ ചെയ്ത് അപ്പൊ ഏറ്റവും ഈസിയസ്റ്റ് വേ ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ജോലിക്ക് കയറാന്നുള്ളതാണ്. ജോലിക്ക് കയറുമ്പോൾ നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അങ്ങനെ അതിലേക്ക് വരുന്നത്. ജോലിക്ക് കയറാം. പിന്നെ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം പ്രൊഡക്റ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആണ്. അതൊരു വലിയ സംഭവമാണ്. അതിന് കറക്റ്റമായ വിഷൻ വേണം, ഫണ്ടിങ് വേണം, പല കാര്യങ്ങളും ഉണ്ടായാലും നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റൂ. സാർ, ഒരു ഡൗട്ട്, നമ്മുടെ ഈ കോഴ്സ് കഴിയുന്നതോടുകൂടി നമ്മൾ ഒരു ഏജൻസിയാണോ ഫോക്കസ് ചെയ്യേണ്ടത്, ഒരു ജോബിന്, അതൊരു കമ്പനി ആയിരിക്കണോ? എങ്ങനെയാണ് ബെറ്റർ ഓപ്ഷൻ? ഇതെല്ലാം നിങ്ങളുടെ കഴിവും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് പഠിച്ചിട്ട്, അതൊക്കെ ഓരോരുത്തരുടെ കപ്പാസിറ്റി ആണ്. സാധാരണ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ഐഡിയാസുകൾ ഇല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥലത്ത് വർക്കിന് കയറുമ്പോൾ നിങ്ങൾ പയ്യെ പഠിക്കും കുറെ. ക്ലിയർ? അത് നിങ്ങളുടെ കപ്പാസിറ്റി ഓരോരുത്തരുടെ ഇതാണ്. വർക്കിന് കയറുമ്പോൾ കുറച്ചും കൂടി പഠിക്കും. ചിലവരുണ്ട് ഈ പഠിച്ചിട്ട് തന്നെ അപ്പൊ തന്നെ അപ്ലൈ ചെയ്ത് പോണവരുണ്ട്. അവർക്ക് ഈസി ആയിട്ട് സ്വന്തം കാര്യത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നവരുണ്ട് ഇഷ്ടം പോലെ. എൻ്റെ ഓഫീസിൽ ഒരു പയ്യന്മാരുണ്ട്, അവൻ ഓഫ്ലൈൻ പഠിക്കാൻ പറ്റും. അവൻ ഓൺലൈനിൽ വരാനിരുന്ന അവൻ ഓഫ്ലൈൻ പഠിക്കുന്നുണ്ട്. അവന് സ്വന്തമായിട്ടൊരു ഈ ലേഡീസിന്റെ ടെക്സ്റ്റൈലിന്റെ ഷോപ്പ് ഉണ്ട്. അപ്പൊ അവൻ എന്ത് ചെയ്ത്, വെബ്സൈറ്റ് ഉണ്ട്. അവൻ പഠിക്കുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയ പഠിക്കുന്നു. അപ്പൊ തന്നെ അവൻ ക്യാമ്പയിലേക്ക് ഇട്ടുന്നു. 3-4 ദിവസം പഠിച്ച് കഴിയുമ്പോൾ അവൻ ചെറിയ ബഡ്ജറ്റ് ഇട്ട് ബൂസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഇവിടെ തന്നെ ഒരു ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. ഫാത്തിമ വന്നിട്ടുണ്ടെന്ന്? ഫാത്തിമ വന്നിട്ടില്ലല്ലേ? ഈ ഫാത്തിമ അവിടെ പോയി. നമ്മുടെ ഇതിൽ തന്നെ ഒരു കുട്ടിയുണ്ട്, ഫാത്തിമ എന്ന് പറയും. ആളെ എന്താ ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ആളുടെ ഹസ്ബൻഡിന്റെ പരിപാടി. മലേഷ്യയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട്
ആളുടെ ഏരിയയിൽ ആളത് കൊടുക്കുകയാണ്. ആളിത് ഇപ്പൊ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കാര്യങ്ങൾ പഠിച്ചിട്ട് ആള് തന്നെ ക്യാമ്പയിൻ ചെയ്ത് ആൾ അതിൽ നിന്ന് 1-2 എൻക്വയറിയും ക്ലിക്കുകളൊക്കെ വരുത്തിയായിരുന്നു. ഇപ്പൊ എനിക്ക് ആള് ഓഫ് ഈ റെക്കോർഡ് ക്ലാസ് ആണ് ആള് കാണുന്നത് ബേസിക്കലി. ആദ്യം വന്നുകൊണ്ടിരുന്ന ഇപ്പൊ എല്ലാ ദിവസവും റെക്കോർഡ് ക്ലാസ് കാണാൻ എന്തിനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അത് ആള് പഠിക്കുന്ന ആൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഓൾറെഡി. ആള് പഠിക്കുന്നു, ആള് പഠിച്ചത് അപ്പൊ തന്നെ ആൾ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, എനിക്ക് ഇന്ന റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് ക്ലാസ്സിൽ വന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു. അതാണ് വേണ്ടത്. അത് നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ നേരത്തെ ആരോ പറഞ്ഞ ഈ പെർഫ്യൂമിന്റെ കാര്യം പറഞ്ഞാരാ? സുഹൈറ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞ കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈറ്റിൽ അവിടെ ആഡ് വരുത്തി നിങ്ങളുടെ സൈറ്റിലേക്ക് വിടാം. വെബ്സൈറ്റ് ഉണ്ട് ഓൾറെഡി. നിങ്ങൾ ചെറുതായിട്ടൊരു ക്യാമ്പയിൻ ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ. ക്ലിയറായോ? നിങ്ങൾക്ക് അക്കൗണ്ട് ഗൂഗിൾ ആഡ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ചെറിയ നിങ്ങൾ എക്സാക്ട് മാച്ച് ഉപയോഗിക്കണം. സിമ്പിൾ കാര്യമാണ്. സൈറ്റ് ഉണ്ടോ നിങ്ങൾക്ക് അപ്പൊ തന്നെ അപ്ലൈ ചെയ്യാം. ഒരു ദിവസം 500 ബഡ്ജറ്റ് ഇടാം. അപ്പൊ നിങ്ങളുടെ പെർഫ്യൂമിന്റെ ബൈ പെർഫ്യൂം നിങ്ങൾക്ക് കീവേഡ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ കാണിച്ചെന്താണ്. അത് നോക്കി 3-4 കീവേഡ് എക്സാക്ട് മാച്ച് ഉപയോഗിക്കുക. അപ്പൊ റിസ്ക് ഇല്ല, ഒട്ടും റിസ്ക് ഇല്ല. ഏറ്റവും നല്ല കീവേഡ് എടുക്കുക, അത് എക്സാക്ട് മാച്ചിൽ ഇടാം. ട്രൈ ചെയ്യുക, ചെറിയ ബഡ്ജറ്റ് ഇടാം, ക്ലിക്ക് വന്നിട്ടുണ്ടോ നോക്കാം. ഇങ്ങനെയാണ് നിങ്ങൾ എക്സ്പീരിയൻസ്. അല്ലാണ്ട് നേരെ നിങ്ങൾ ഓൾറെഡി ഇപ്പൊ തന്നെ ഫണ്ട് ഇട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് UAE ആണ്. അപ്പൊ ലൊക്കേഷൻ UAE കൊടുക്കാം. സിമ്പിൾ കാര്യം. ലൊക്കേഷൻ UAE. അവിടെ ആരെങ്കിലും ബൈ പെർഫ്യൂം അടിക്കുമ്പോൾ നമ്മുടെ ആഡ് കാണിക്കണം. സിമ്പിൾ കാര്യം. ഫോൺ നമ്പർ കൊടുക്കാം, കോൾ എക്സ്റ്റൻഷൻ ഒക്കെ കൊടുക്കാം. ഇനി നമ്മൾ സോഷ്യൽ മീഡിയ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് അപ്പൊ തന്നെ ട്രൈ ചെയ്യാം. അതാണ് ബ്യൂട്ടി. ആ ക്യാമ്പയിൻ എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് പറഞ്ഞത് ശരിയാണെന്ന് നോക്കുമ്പോൾ നിങ്ങൾ എഫേർട്ട് ഇടണം. അങ്ങനെയാണ് നിങ്ങൾ എന്നെ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ആ കുട്ടി യൂസ് ചെയ്തോണ്ടിരുന്ന ഫാത്തിമ. നമുക്ക് ട്രെയിനിങ് ആയി അല്ലേ? ഇതിനൊപ്പം തന്നെ നമുക്ക് ചെയ്യുമ്പോൾ എക്സാക്ട്ലി. നിങ്ങൾ ട്രെയിനിങ് അല്ല, നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇതിന്റെ മാസ്റ്ററാണ്. ട്രെയിനിങ് നിങ്ങൾ ലൈവ് പ്രൊജക്ട് ചെയ്ത് നിങ്ങൾ ഇവിടെ റിസൾട്ട് വരുത്തി നിങ്ങൾ ഇതിന്റെ മാസ്റ്ററാണ്. പിന്നെ അതാണ് ഞാൻ നിങ്ങളെല്ലാവരും പറഞ്ഞത്. നിങ്ങൾ അതുകൊണ്ട് എഫർട്ട് ഇടണമെന്ന് പറയണേ. അല്ലാണ്ട് നിങ്ങളിപ്പോ നമ്മുടെ ക്ലാസ്സും കേട്ടിട്ട് വേറൊന്നും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയ്ക്ക് ഇതാണ്. ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് ഇത് ക്യാമ്പയിൻ ചെയ്യാണ്, പ്രൊജക്ടുകൾ ചെയ്യാണ് ഞാൻ. എന്നിട്ട് രാത്രി ഒന്നും കൂടി ക്ലാസ് എടുക്കുകയാണ്. അപ്പൊ ഒന്നും കൂടി ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്ര വർഷമായി ഞാൻ ഇപ്പോഴും 15 മണിക്കൂർ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര മണിക്കൂർ ചെയ്താലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഉയരാൻ പറ്റുള്ളൂ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ നോക്കി ഇപ്പോഴും ഞാൻ 10 മണിയായി. ഓക്കെ, ഞാൻ രാവിലെ 7 മണിക്ക് എഴുന്നേറ്റിട്ട് നിങ്ങൾ വീഡിയോ ഡൗൺലോഡ് ഞാൻ പലർക്കും അയച്ചു തരാറുണ്ട്. ഞാൻ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അയച്ചിരുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ചോദിക്കുന്നു, അല്ലെങ്കിൽ ആൻസറുകൾ പറയുന്നു, ടോപ്പിക് ഉണ്ടാക്കുന്നു, ചിലപ്പോൾ PPT ഉണ്ടാക്കുന്നു, ചില ഏരിയകളിൽ PPT വേണമെങ്കിൽ PPT ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ ഞാനത് പഠിക്കാണ്. അപ്പൊ അത്രയ്ക്ക് നിങ്ങൾ പഠിക്കാനും ചെയ്താലാണ് നിങ്ങൾ വിജയിക്കൂ. അല്ലാണ്ട് ഇതൊരു പാർട്ട് ടൈം എന്തെങ്കിലും ഒരു കുഞ്ഞ് നേരത്തെ ചെയ്യാം എന്ന് ചെയ്താലും കാര്യമില്ല. അങ്ങനെയും ചെയ്യുന്നവരുണ്ട് സക്സസ്ഫുള്ളി കേട്ടോ. ഇതൊക്കെ ഒരു ടെക്നിക്കാണ്. ആ ഒരു പോയിന്റ് പിടുത്തം കിട്ടാണ് ചിലവർക്ക്. ചിലർക്ക് ഒരു യൂട്യൂബിന്റെ ടെക്നിക്കായിരിക്കും പിടുത്തം കിട്ടുന്നത്, ചിലർക്ക് ഒരു സോഷ്യൽ മീഡിയയുടെ ടെക്നിക്കായിരിക്കും പിടുത്തം കിട്ടുന്നത്, ചിലർക്ക് ഒരു ഗൂഗിൾ ആഡിന്റെ ടെക്നിക്കായിരിക്കും. ആ ടെക്നിക്കും ഒരു പിടുത്തം കിട്ടിയാൽ അതുമ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇട്ടിട്ട് പോവാം. പിന്നെ നിങ്ങൾ കത്തി കയറും ശരിക്കും. അത് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ എക്സ്പീരിമെന്റ് നടത്തിയാലേ കണ്ടെത്തൂ. നിങ്ങൾ ട്രൈ ചെയ്താൽ അതിലേക്ക് എത്തൂ. അല്ലാണ്ട് ഞാൻ നേരെ തന്നെ വലിയ ക്യാമ്പയിൻ വലിയ ബഡ്ജറ്റിലേക്ക് എത്താൻ പറ്റില്ല. ഇപ്പൊ സുഹൈറ, നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് 200 രൂപയുടെ ബഡ്ജറ്റ് ഇട്ട് നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യണം, നിങ്ങൾ പൈസ ആഡ് ചെയ്യുന്നു, ക്യാമ്പയിൻ ലൈവ് ആയി, ക്ലിക്കുകൾ കിട്ടി, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാണ്. അത് വലിയ സംഭവമാണ്, അൾട്ടിമേറ്റ്. നിങ്ങൾക്ക് ആരടുത്തും പോയി പറയാതെ ഞാനൊരു ഇത്രയും ബഡ്ജറ്റ് മുടക്കിയത് ഈ ക്യാമ്പയിൻ ചെയ്തത് ഞാനാണ്, ഇത്രയും ക്ലിക്ക് കിട്ടി, ഐ നോ ഇറ്റ്. ജോബ് കിട്ടാണ്, നിങ്ങളെ കാണിച്ചു കൊടുത്ത ജോബാണ്. സോഷ്യൽ മീഡിയ ഞാൻ ഇന്ന ക്യാമ്പയിൻ ചെയ്തു, ഞാൻ ഇത്രയും ബിസിനസ് കൊണ്ടുവന്നു. അതാണ് റിയൽ സാധനം പറയുന്നത്. അപ്പൊ ഫാത്തിമ എന്ന് പറഞ്ഞ ആളങ്ങനെ ചെയ്തിരിക്കുന്നത്. സുഹൈറയ്ക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യാം. കുഞ്ഞ് ക്യാമ്പയിൻ ചെയ്യാം. എങ്ങനെ ക്യാമ്പയിൻ ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അവിടെ ക്ലാസ്സിൽ ചോദിക്കുന്നത്, ഞാൻ ഇന്ന ക്യാമ്പയിൻ ചെയ്ത് ഇത്രയും ക്ലിക്ക് കിട്ടി, ഇതിൽ പിന്നെ എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യാനുണ്ടോ,
ആഡ് ശരിയാണോ അത് കാണിക്കുമ്പോൾ ലൈവാണ്, ക്ലിക്കുകൾ കിട്ടി. അപ്പൊ ഞാൻ കറക്റ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ ക്യാമ്പയിന്റെ കൺസൾട്ടിങ് വരെ നടക്കാണ് ഫ്രീ ആയിട്ട്. നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു വന്നിട്ട് നിങ്ങളെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കാണ്, ഞാനൊരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റ് ആയി നോക്കാൻ പറഞ്ഞാൽ ഞാൻ നോക്കാൻ പോകില്ല, ഫോൺ പോലും എടുക്കില്ല. കാരണം അത് വേറെ അപ്രോച്ചായി. ഇപ്പൊ നിങ്ങൾ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എനിക്കറിയാവുന്നതും നിങ്ങൾ ചോദിക്കുന്നതുമായി എന്തും ഞാൻ പറഞ്ഞുതരും. എത്രയാണ് കോട്ട് ചെയ്യണം, എത്രയാണ് പ്രോഫിറ്റ്, എന്താണ് അതിൻ്റെ എവറിത്തിങ്. കാരണം ഞാൻ നിങ്ങളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടാണ്. നിങ്ങൾ എന്തും ചോദിച്ചു ഞാൻ ഐ വിൽ ഹെൽപ്പ് യു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഞാൻ എൻ്റെ ബിസിനസ് പേഴ്സണിൻ്റെ മൈൻഡ് സെറ്റ് ആയിരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ എന്നെ യൂസ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നിങ്ങൾ സ്വയം ചെയ്യുക, ഡൗട്ടുകൾ വരാം, പ്രാക്ടീസ് ആയിട്ട് വരാം, അപ്പോഴാണ് നിങ്ങൾ എന്നെ യൂസ് ചെയ്യുക. ചോദ്യം ഡൗട്ടുകൾ ചോദിക്കുക, ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, എങ്ങനെ കോട്ട് ചെയ്യാം, എത്ര പൈസയാണ്, എന്തും നിങ്ങൾക്ക് ചോദിക്കാം. കാരണം ഞാൻ എല്ലാത്തിലൂടെയും യാത്ര ചെയ്തിരിക്കുന്ന ഈച്ച് ആൻഡ് എവറിത്തിങ്, ജോബ് വൈസ് ആയാലും ശരി, കമ്പനി വൈസ് ആയാലും ശരി, പ്രൊജക്ട് വൈസ് ആയാലും ശരി, ട്രെയിനിങ് വൈസ് ആയാലും ശരി, വിദേശത്ത് വർക്ക് ചെയ്തതായാലും ശരി, എങ്ങനെയാണ് ഒരു ബിസിനസ് ഓണർ, എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എനിക്ക് ക്രിസ്റ്റൽ ക്ലാരിറ്റി അറിയാം. ആ അപ്രോച്ച് നിങ്ങളോട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. എനിക്കറിയാം അവരെന്താ എക്സ്പെക്ട് ചെയ്യണമെന്നുള്ളത്, നിങ്ങൾ എന്ത് ചോദ്യങ്ങളാണ് അവരോട് ചോദിക്കണമെന്നുള്ളത് എനിക്കറിയാം, എങ്ങനെയാണ് അവർ ഡീൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇതിലൂടെ പോയിരിക്കുന്നതാണ്. നമ്മളായാലും പല വർക്കുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പലരും ചെയ്യിപ്പിക്കുന്നതാണ്, പല കാര്യങ്ങളും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എൻ്റെ അടുത്ത് സുൽഫി ഏതാണ് കുറച്ച് നാളെ ചോദിച്ചു, സുൽഫി എടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് അതിന് ഡീൽ ചെയ്യേണ്ടത്, പയ്യെ 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 പയ്യെ. അപ്പൊ ആളിങ്ങനെ പറഞ്ഞു പഠിക്കണത്, ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിക്കണത് സ്ഥാപനം അറിയട്ടെ, അറിഞ്ഞാലാണ് അവർക്ക് ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ചിന്തിക്കാൻ പറ്റൂ. നിങ്ങൾ പഠിക്കണത് അറിയണം, ചെയ്യണം. ആ സ്ഥാപനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾ അവിടെ നോട്ട് ചെയ്യാൻ തുടങ്ങണം. അപ്പോഴാണ് അവർ നിങ്ങൾ കൊള്ളാലോ 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 എന്നിലേക്ക് വരിക. അങ്ങനെ ഘട്ടം നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പാണ് നോക്കേണ്ടത്. കാരണം നിങ്ങൾ നമ്മുടെ സ്റ്റുഡൻ്റ് ആണ്, ഞാൻ നിങ്ങളുടെ നിലനിൽപ്പിനാണ് ഇമ്പോർട്ടൻസ്. ഓഫീസിൽ ചിലവർ ചെയ്യുന്നുണ്ടാവും, അവരൊക്കെ പോകണം. നിങ്ങളാണ് അവിടെ കയറിയിരിക്കേണ്ടത്. അവർ കഴിവുണ്ടെങ്കിൽ അവർ നിങ്ങളെക്കാൾ എക്സലായിട്ട് അവർ പ്രൂവ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളാണ് അവിടെ മിസ്റ്റേക്കുകൾ കാണിച്ച്, അവിടുത്തെ പോരായ്മകൾ കാണിച്ച് നിങ്ങളിത് കറക്റ്റ് ചെയ്ത്. നിങ്ങളിപ്പോൾ ഗൂഗിൾ ആഡ് ക്യാമ്പയിൻ എടുത്തിട്ട് നിങ്ങൾ നോക്കുക ഏതൊക്കെ കീവേഡ്, ചിലപ്പോൾ അവർ നെഗറ്റീവിൽ ഇട്ടുണ്ടാവില്ല. നിങ്ങൾ പറയണം നെഗറ്റീവ് ഉണ്ടല്ലോ, ഇന്ന കീവേഡ് നെഗറ്റീവിൽ ഇടണം. അല്ലെങ്കിൽ ആഡ് എക്സ്റ്റൻഷനിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ, കോൾ ഔട്ട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ അത് അവിടെ പോയിന്റ് ചെയ്യണം. ആ പറയുന്നത് അതിന്റെ കൊള്ളേണ്ടവർ അറിയേണ്ടവർ അറിയുകയും ചെയ്യണം, നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ എന്ന്. അല്ലാണ്ട് ഓഫീസിലുള്ളവർ അവരെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പാണ് നോക്കേണ്ടത്. അപ്പൊ അതിനൊരു രീതികളുണ്ട്. അത് പയ്യെ പയ്യെ നിങ്ങളുടെ ഉള്ള ജോലിനെ അല്ലെങ്കിൽ വേറെ രീതിയിൽ പയ്യെ 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 അതിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് തോന്നണം നിങ്ങൾക്ക് ഇതിന്റെ കപ്പാസിറ്റി ഉണ്ട്, റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കണം. ആ ലെവലിലേക്ക് എത്തണം. അത് എത്തണമെങ്കിൽ നിങ്ങൾ പയ്യെ പയ്യെ ക്യാമ്പയിൻസ് കാണുക, നോക്കുക, കറക്ഷൻസ് ഉണ്ടെങ്കിൽ ആഡ് ഡിസ്കസ് ചെയ്യുക, പയ്യെ പയ്യെ അതിലേക്ക് എത്താൻ നോക്കുക. സെയിം ടൈം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നല്ല രീതിയിൽ പോവുകയും ചെയ്യാം. അപ്പൊ കോൺഫിഡൻസ് വന്ന് നിങ്ങൾക്ക് പയ്യെ പയ്യെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങൾ എഫേർട്ട് ഇടണം, നിങ്ങൾ ലിറ്ററലി എഫേർട്ട് ഇടണം. അതുകൊണ്ടാണ് ഞാൻ വിഷ്ണുപ്രിയ എന്നല്ലേ ശരിയല്ലേ പേര്? വിഷ്ണുപ്രിയ എന്നല്ല? അതെ സർ, വിഷ്ണുപ്രിയ. ഓക്കെ, ഫൈനലി ഞാനത് ഓക്കെ. വിഷ്ണുപ്രിയ വർക്ക് ചെയ്യുന്ന കമ്പനി ഉണ്ട്. വിഷ്ണുപ്രിയ അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് റിസർച്ച് നടത്തി അവരോട് പറയാൻ നോക്കാം. നിങ്ങൾ അങ്ങനെയാണ് വിജയിക്കേണ്ടത്, മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് പറയാം, അവർ പറയാം കൊള്ളാലോ. കാരണം നിങ്ങൾ സംസാരിക്കുന്നത് ബിസിനസിനെ കുറിച്ചിട്ടാണ്. ഒരു കമ്പനിക്ക് വേണ്ടത് ബിസിനസ്സാണ്, കമ്പനിയുടെ നിലനിൽപ്പ് ബിസിനസ്സാണ്. ആക്ച്വലി അവരുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജൊക്കെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യാറ്. വീഡിയോസ് ഒക്കെ എന്റെ വീഡിയോ ഇടാറ്. ആഹാ, അതേത് ആ ചാനലിന്റെ പേരൊന്ന് ചാറ്റിലിട്ടേ. എന്നിട്ടാണോ നിങ്ങൾ സോഷ്യൽ മീഡിയ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ ഗൂഗിൾ ആഡും കൂടി ചെയ്യാം. എന്തോ? ഗൂഗിൾ ആഡും കൂടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യണം. ചെറിയ ബഡ്ജറ്റ്, അൾട്ടിമേറ്റ് ആണ് ഗൂഗിൾ ആഡ്സ്. ആ അപ്പൊ നിങ്ങൾ അവിടെ വാല്യൂ കമ്പനിയുടെ ഡബിൾ ആയി. ആ ക്ലിയർ ആയി. അപ്പോൾ അവർക്ക് നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഡിജിറ്റലാണ് പഠിക്കുന്നത്, ഡിജിറ്റൽ കാര്യങ്ങൾ അവിടെ പറയുന്നു. നിങ്ങളുടെ ജോബ്, നിങ്ങൾക്ക് ഇൻക്രിമെന്റ്, നിങ്ങൾ അവിടെ വേറെ കാര്യങ്ങൾ ചെയ്യുന്നു. ഈവൻ നിങ്ങൾ ഒരു ഏജൻസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലം. വെരി കോമ്പറ്റീറ്റീവ് ആണല്ലോ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. വെരി വെരി കോമ്പറ്റീറ്റീവ് ആണ്. ഞാൻ അതുകൊണ്ടാണ് ഡാറ്റ അനാലിസിസ് പഠിച്ചത്.
ഞാൻ എല്ലാവരെക്കാളും മുന്നേ അത് പഠിക്കാൻ കാര്യം വേറെ ഞാൻ കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറച്ചും കൂടി പുതിയ സാധനങ്ങൾ അറിയണം. മാർക്കറ്റിലെ ആവശ്യം എന്താണെന്ന് ക്ലിയർ ആവണം. അല്ലാണ്ട് ഞാൻ ഈ വർഷങ്ങൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവ് വേണം, പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയണം. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ റീലുകൾ ഉണ്ടാക്കുന്നത്. റീലുകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്താണ് മാറ്റങ്ങൾ വരുന്നത് അതിലേക്ക് ഞാൻ ഇങ്ങനെ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലാണ് നിങ്ങൾക്ക് ഈ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. നിങ്ങൾ ഈ കോമ്പറ്റീഷന്റെ തീവ്രത അറിയണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തോ അമേരിക്കയിലോ പോകണം. കാരണം അവിടെ ഇവിടുന്ന് ഒരു 10,000 പേര് കയറി പോകുന്നുണ്ട്. 10,000 പേര് ഈക്വലി കോമ്പറ്റന്റ് ആണ്. ഇവൻ ദുബായിലായാലും ഇപ്പൊ അങ്ങനെയായിരിക്കാം. കേരളത്തിൽ ആ സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവരും ആണ് ഈക്വലി കോമ്പറ്റന്റ് ആയിക്കണം. അത്രയ്ക്ക് കോമ്പറ്റീഷൻ ആണ് ഈ ഫീൽഡിൽ. അപ്പൊ അത്രയ്ക്ക് നിങ്ങൾ ഔട്ട് ഓഫ് ദ ബോക്സ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്താലാണ് നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് വിഷ്ണുപ്രിയക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. റീലുണ്ട്, വീഡിയോ ഉണ്ട്. അപ്പൊ അതിൽ കുറച്ച് എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യണം. നിങ്ങൾ സോഷ്യൽ മീഡിയ പഠിച്ചിട്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ചില വീഡിയോ എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യണേ, ചിലത് എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാക്കണേ. അപ്പൊ നിങ്ങൾ ചെറുതായിട്ട് അതിനൊന്ന് ബൂസ്റ്റ് ചെയ്ത് തുടങ്ങണം. അപ്പൊ നിങ്ങൾക്ക് അതിന് റിസൾട്ട് വരും. അപ്പൊ മാനേജർ വെരി ഹാപ്പി ആവാണ്. അതെ, ഇപ്പൊ നമ്മള് 3 ദിവസത്തേക്ക് എത്രയോ പേയ്മെന്റ് ചെയ്തിട്ടാ ബൂസ്റ്റ് ചെയ്യുന്നത്. ആരാ ചെയ്യണേ? മാനേജർ തന്നെയാ ചെയ്യുന്നത്. അത് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം, എല്ലാം ഒന്നും ചെയ്യാറില്ല. എനിക്ക് മനസ്സിലായി. അത് നിങ്ങളിലേക്ക് വരണം. നിങ്ങൾ സോഷ്യൽ മീഡിയ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതെ. അപ്പൊ നിങ്ങൾ അതിലേക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളാണ് അവിടെ. നിങ്ങൾ പറയുമ്പോൾ നിങ്ങളിപ്പോ കമ്പനിയിൽ നിങ്ങളുണ്ട്, മാനേജർ ഉണ്ട്. എനിക്ക് നിങ്ങളാണ് ഇമ്പോർട്ടന്റ്. എനിക്ക് മാനേജറിന്റെ ജോലി പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നിങ്ങൾ ആ പൊസിഷനിൽ കയറിയിരിക്കണം, നിങ്ങൾ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. ക്ലിയർ ആയോ? കാരണം ഞാൻ ആളുടെ ജോലി എന്ന് പറഞ്ഞാൽ മാർക്ക് അങ്ങനത്തെ കോമ്പറ്റീഷനാണ്. നിങ്ങൾ അത്ര സ്കില്ലുകൾ കാണിച്ചാലാണ് നിങ്ങൾക്ക് ഇനി നിലനിൽപ്പുള്ളൂ ഞാൻ പറയണത്. നിങ്ങളിപ്പോ ഈ പഠിക്കണത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അയ്യോ ആളെ ജോലി എന്തുണ്ടാവും, ആളെന്ത് ബാധിക്കും, ആൾക്ക് കഴിവുണ്ടെങ്കിൽ ആള് പഠിക്കട്ടെ. ക്ലിയർ ആയോ? നിങ്ങളല്ലെങ്കിൽ വേറൊരാളെ അവിടേക്ക് വരുന്നു ഇന്നല്ലെങ്കിൽ നാളെ. അത് നിങ്ങൾ പഠിക്കേണ്ടെന്ന് കാണിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ട്. പഠിക്കുന്ന കാര്യങ്ങൾ അവിടെ പറയുന്നത് അപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾ ചെയ്താലാണ് വിജയിക്കും. ഞാൻ ഒരു ടെക്നിക്ക് പറയുന്നതാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ജെറ്റിലൊക്കെ വർക്ക് ചെയ്തപ്പോ എന്താ കോമ്പറ്റീഷൻ ആയിരുന്നു. ഞാൻ ജെറ്റിൽ വർക്ക് ചെയ്തപ്പോ എന്റെ ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു പറയുമ്പോൾ ഗൂഗിളാരായിരുന്നു എന്റെ ഏറ്റവും വലിയ ശത്രു. എന്തുകൊണ്ടാണ് ഗൂഗിളിൽ എന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് ചോദിച്ച കാര്യം, ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വലിയ ബഡ്ജറ്റാണ്, കോടികളുടെ ബഡ്ജറ്റാണ്. അപ്പൊ ഞാൻ ഇൻഹൗസ് പറയുമ്പോൾ എന്റെ കൺട്രോളാണ് ക്യാമ്പയിൻ. ഗൂഗിളുകാരും ജെറ്റൽസ് എന്ന് പറയും അവിടെ ജിറ്റോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്തുതരാം, ഫുൾ മാനേജ് ചെയ്തോളാം പറയും. വലിയ ക്യാമ്പയിനാണ്. ഞാൻ ചെയ്യണ അവർക്ക് എന്നെക്കാളും എക്സ്പെർട്ടുകളാണ്. അപ്പൊ ഞാൻ ചെയ്യണ മിസ്റ്റേക്കുകൾ അവർ മാനേജ്മെന്റിന്റെ അടുത്ത് പറയുന്ന ആലോചിച്ചു. ഇത് എല്ലാ സ്ഥാപനത്തിലും കണ്ടക്കുന്നതാണ്, എല്ലായിടത്തും ഉള്ള പരിപാടിയാണത്. അതുകൊണ്ടാണ് നിങ്ങളത് ചെയ്യുക, നിങ്ങൾ ഇൻവോൾവ് ചെയ്യുക. സോഷ്യൽ മീഡിയ പഠിക്കുമ്പോൾ അറിയാൻ പറ്റുമോ ഏത് ആഡിൽ നിന്നാണ്, ഏത് റീലിൽ നിന്നാണ് നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാക്കണേ. അപ്പൊ നിങ്ങൾ ആഡ് ചെയ്ത്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സെയിൽസിനെ കുറിച്ചും ചിന്തിപ്പിക്കണേ. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എൻക്വയറിന്ന് റിസൾട്ട് ഉണ്ടോ എന്നുകൂടി നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ ആ ഒരു സാധനം ബൂസ്റ്റ് ചെയ്തു, 1000 രൂപ ബൂസ്റ്റ് ചെയ്തപ്പോൾ ഒരു 10 എൻക്വയറി വന്നു. 10 എണ്ണം വന്നപ്പോൾ 2 എണ്ണം ഡീല് നടന്നു. കമ്പനിക്ക് ഒരു 5000 രൂപ പ്രോഫിറ്റ് കിട്ടി. നിങ്ങൾ കമ്പനി അടുത്ത് പറഞ്ഞ സാറേ ഞാൻ 1000 2000 ആക്കിക്കോട്ടെ, ചിലപ്പോൾ ഡബിൾ ആവാം. അവർ പറയും 2000 3000 ആക്കിക്കൊള്ളാൻ പറയും. അതാണ് ബിസിനസ്. ആ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് വേണ്ടത്. അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ മെജോറിറ്റി ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാർക്കറ്റിംഗ് പേഴ്സൺസ് അല്ല, അവർ ടെക്നിക്കൽ പേഴ്സൺസ് ആണ്. അവർ 1000 രൂപ മുടക്കി 10 എൻക്വയറി വന്നു, എന്നാൽ 1000 2000 ആക്കാന്നുള്ള ചിന്ത അവർക്കില്ലത്. അങ്ങനെ അവർ ചിന്തിക്കില്ല. അവരുടെ മൈൻഡ് സെറ്റേ അങ്ങനെയല്ല. അവരങ്ങനെ ചിന്തിക്കില്ല. നിങ്ങളാണത് ചിന്തിക്കേണ്ടത്. എങ്ങനെ ഇത് 2000 ആക്കി കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവോ, 3000 ആക്കി. കമ്പനി നിങ്ങൾ വേറെ രീതിയിലേക്ക് ആയിരിക്കും കൊണ്ടുപോകണം. അതാണ് ബിസിനസ് മൈൻഡ്. അതാണ് ഞാൻ നിങ്ങളുടെ എപ്പോഴും പറയുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബിസിനസ് ആണ്, മാർക്കറ്റിംഗ് ആണ് എന്ന് പറയുന്നത്. പക്ഷെ ടൂളുകളൊക്കെ ഉപയോഗിക്കാൻ അറിയണം, പിന്നെ ടെക്നിക്കൽ ടേമുകൾ അറിയണം, രണ്ടും കൂടി അറിയണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെയാണ്. ക്ലിയർ? വിഷ്ണുപ്രിയ, നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. നിങ്ങളുടെ ഓരോ സിറ്റുവേഷൻസ് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് സുൽഫിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്.
നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ ഉണ്ട്. കാരണം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നോളജ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഏജൻസി, മോസ്റ്റ് ഓഫ് ദ ഏജൻസി ഫെയിൽ ആവണതിന്റെ കാരണം അവർക്ക് പ്രൊഡക്റ്റ് നോളജ് ഇല്ല. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നോളജ് ഉണ്ട്, ഓൾറെഡി ഉണ്ട്, കാരണം നിങ്ങൾ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ മാർക്കറ്റിംഗ് കൂടി പഠിച്ച് നിങ്ങൾക്ക് ഈ സ്റ്റിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നേരത്തെ സുഹൈറ പറഞ്ഞു പെർഫ്യൂം ഉണ്ടെന്ന്, നിങ്ങളത് ചെയ്യുക. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. നല്ലതാണ്, എല്ലാവർക്കും ഗുണം ചെയ്യത്. അല്ലാണ്ട് നിങ്ങളൊരു ക്ലാസ്സും കഴിഞ്ഞിട്ട് ഞാൻ വല്ലോടത്ത് ഇരിക്കുമ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഞാനൊരു ഗൂഗിൾ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട് അതിൽ മിസ്റ്റേക്ക് ഉണ്ടോ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോൺ പോലും എടുക്കില്ല. ക്യാമ്പയിൻ എടുത്ത് അവിടെ നിന്നിട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ ആണ്. നമ്മുടെ അടുത്ത് എത്ര കുട്ടികൾ പഠിച്ച ഓരോരുത്തരും വിളിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ കോൾ സെന്റർ ഓപ്പൺ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ എന്നോട് പല ക്ലാസ്സിലും ചോദിക്കും, സാറെ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാമെന്ന്. ഞാൻ അപ്പോൾ അവരുടെ അടുത്ത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങളുടെ അടുത്ത് പലതും റിസർച്ച് എടുത്ത് ചെയ്യാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവണം. കാരണം എല്ലാ ദിവസവും ചേഞ്ചസ് വരുന്നതാണ്. ഒരു ചേഞ്ചസ് വരുമ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. നിങ്ങൾ തന്നെ കണ്ടെത്താനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. പിന്നെ വലിയ കാര്യങ്ങൾ വരുമ്പോൾ ചോദിക്കുക നല്ലതാണ്. എൻ്റെ അടുത്ത് പലരൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ, ചിലപ്പോൾ മെസ്സേജ് കൂടെ. അപ്പോൾ ചിലതിൻ്റെ ഡെപ്ത് കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യണം, അതെന്താണെന്നൊക്കെ ചോദിച്ചു. ചിലവരുടെ അടുത്ത് വേറൊരു ഒരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്, ജിറ്റി പ്രൊജക്റ്റിന് എനിക്കൊന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സെഷൻ തരാം, ഒരു പേയ്മെന്റും തരും കേട്ടോ, നല്ല പേയ്മെന്റ് ഒക്കെ തരും. അപ്പൊ അവർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും, വലിയൊരു പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പൊ എൻ്റെ ഒരു ഐഡിയ എടുക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ഒരു തോട്ട് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് ആൾക്കാർ വരാറുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് അപ്ലൈ ചെയ്യുക. ഇപ്പൊ ശ്രുതി ആണെങ്കിൽ ഏഷ്യാനെറ്റിൽ വർക്ക് അതിൽ വലിയൊരു ഡിജിറ്റൽ അസറ്റ് ഉള്ളത് അവർക്ക്. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഡിജിറ്റൽ അസറ്റ് ഉള്ളതാണ്. നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, ഇതിനെക്കുറിച്ച് അപ്ലൈ ചെയ്യുക, ഇതിനെക്കുറിച്ച് പറയുക. അപ്പോഴാണ് നിങ്ങൾ ഗ്രോ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റണത്. ബാക്കി എല്ലാവരുടെയും കേസ് എനിക്കറിയില്ല. ഇപ്പൊ ഫാത്തിമ ഓൾറെഡി എൻ്റെ ഒരു റിയൽ എക്സാമ്പിൾ ആണ്. ഫാത്തിമ ഓൾറെഡി ചെയ്ത് ആൾക്ക് എൻക്വയറി വരികയും ആള് അതിനെക്കുറിച്ച് ഇവിടെ ഒരു ദിവസം കാണിച്ചു തരാൻ ഞാൻ പലതരം ക്യാമ്പയിൻ ആൾ ചെയ്തു. ഇനി നിങ്ങളുടെ പ്രൊജക്റ്റിൽ നിങ്ങൾ പലതരം ക്യാമ്പയിൻ ചെയ്യുമ്പോൾ എനിക്കറിയാം, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതോ വർക്കൗട്ട് ആവണമെന്ന്. കാരണം നിങ്ങളതിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വർക്കൗട്ട് ആവണത് കണ്ടുപിടിക്കുക, അത് ഡബിളിലേക്ക് ട്രിപ്പിളിലേക്ക് കൊണ്ടുപോകാതാണ് മിടുക്ക്. ഓക്കെ, ശരി. ഇന്ന് ഇത്ര. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നുമില്ല. ക്ലിയർ ആണോ? എവിടെ അതെ സർ. കുറെ ഐഡി കിട്ടിയോ? ശരി, ഞാൻ വേറൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് പറയാം. ആ ടോപ്പിക് പറയാനാണ് ഞാൻ ഇരുന്നത്. നമുക്കിവിടെ ടൂൾസില് ഗോൾസിൽ കൺവേർഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് ഞാൻ ലാസ്റ്റ് പറയാനിരുന്നതാണ്. കൺവേർഷൻ എന്ന് പറയും ടൂൾസിൽ. കൺവേർഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ ഗൂഗിൾ ആഡിൽ ഒരു വലിയൊരു പ്രത്യേകത ഉണ്ട്. കൺവേർഷൻ ട്രാക്ക് ചെയ്യാം. കൺവേർഷൻ ട്രാക്ക് ചെയ്യാം. എന്താണ് കൺവേർഷൻ ട്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ശരിക്കും ശ്രദ്ധിക്കുക, സിമ്പിൾ കാര്യമാണ്. അതിൻ്റെ ഒരു കറക്റ്റ് പോയിന്റ് ഉണ്ട്, അത് കാണില്ല. ഓക്കെ, അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന ടോപ്പിക്കാണ്. ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. നിങ്ങൾ 5 കീവേഡ് ഉപയോഗിച്ചു. 10 കീവേഡ് ഉപയോഗിച്ചു. ഞാൻ ഒറ്റ പ്രാവശ്യം ചോദിക്കുള്ളൂ, അത് കൃത്യമായിട്ട് മറുപടി പറയണം. 10 കീവേഡ് നിങ്ങൾ ഉപയോഗിച്ചു. ഓരോ കീവേഡിൽ നിന്നും ഓരോ ക്ലിക്ക് കിട്ടി. ക്ലിയർ?
വളരെ 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 പ്രധാനപ്പെട്ട, ഇതില്ലാണ്ട് നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യരുത്. അതാണ് അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. 10 ക്ലിക്സ് കിട്ടി, 10 കീവേഡ് നിങ്ങൾ ഇട്ടിട്ടുണ്ട്. ഈച്ച് കീവേഡ് ഗെയിം 1 ക്ലിക്ക്. ഇത്രയും ക്ലിയർ ആണല്ലോ? 10 ക്ലിക്ക് കിട്ടി. 10 കീവേഡിനെ ഓരോ കീവേഡിനും ഓരോ ക്ലിക്ക് കിട്ടി. ഇത് ക്ലിയർ ആണോ? യെസ് സാർ. എല്ലാരും ക്ലിയർ ആണോ? ക്ലിയർ. ഒരു കീവേഡിന് ഒരു ക്ലിക്കിന് 50 രൂപയായി. കോസ്റ്റ് പെർ ക്ലിക്ക് 50 രൂപ. അപ്പൊ മൊത്തം എത്ര രൂപയായി? 500 ടോട്ടൽ ക്ലിക്ക്. ടോട്ടൽ കോസ്റ്റ് 10 into 50, 500 രൂപയായി. ക്ലിയർ? ക്ലിയർ ആണോ? യെസ് സാർ. 2 കൺവേർഷൻ നടന്നു, 2 എൻക്വയറി വന്നു. അപ്പൊ കോസ്റ്റ് പെർ എൻക്വയറി എത്രയാ? 200. 250. കോസ്റ്റ് പെർ എൻക്വയറി 250. നിങ്ങളുടെ കോസ്റ്റ് പെർ എൻക്വയറി 250 ആണ്. നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യാണ്, ഗൂഗിളിന് ക്യാമ്പയിൻ ചെയ്യാണ്. നിങ്ങളുടെ മാനേജ്മെന്റ് പറയാണ് 250 ഈസ് നോട്ട് ആൻ അഫോർഡബിൾ. ഇത്തരം കോസ്റ്റ് പെർ എൻക്വയറി പറ്റില്ല, എനിക്കൊരു 100 അല്ലെങ്കിൽ 150 കോസ്റ്റ് പെർ എൻക്വയറിയിൽ ആ റേറ്റിൽ എനിക്കൊരു എൻക്വയറി കിട്ടണം എന്ന് പറയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കീവേഡ്സ് കൂട്ടിക്കഴിഞ്ഞ കാര്യമില്ലല്ലോ. ഓൾറെഡി 10 കീവേഡ് നമുക്ക് വന്നേക്കാണ്. കീവേഡ്സ് കൂട്ടുമ്പോൾ ഒന്നും കൂടി വേണമെങ്കിൽ കോസ്റ്റ് കൂടുതലേ ഉള്ളൂ. കീവേഡിനുള്ള ബിഡിങ് കുറച്ചാ പോരെ സാർ? കീവേഡിന് വേണമെങ്കിൽ ബിഡിങ് കുറയ്ക്കാം, നല്ലൊരു ഓപ്ഷനാണ്. കീവേഡിന് നിങ്ങൾ ബിഡിങ് കുറച്ച് കഴിഞ്ഞപ്പോൾ 5 ക്ലിക്കായി. 5 ക്ലിക്കായി എൻക്വയറി ഒരെണ്ണം വന്നോളൂ. അപ്പോൾ 250 തന്നെയാണ്. അതായത് 10 പേര് ക്ലിക്ക് ചെയ്തു, ശരിയാണോ? പറയൂ, നിങ്ങൾ പറയൂ. 10 പേര് ക്ലിക്ക് ചെയ്തു, അതില് 2 പേരാണ് എൻക്വയറി നടത്തിയിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? 2 കീവേഡാ നല്ലതുള്ളൂ. ബാക്കി 8 കീവേഡ് സെർച്ച് ചെയ്തവൻ എൻക്വയറി നടത്തിയിട്ടില്ല. ആ 2 കീവേഡ് ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നിങ്ങൾക്കത് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. അതാണ് കൺവേർഷൻ ട്രാക്കിംഗ്. കൺവേർഷൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞ സാധനം ചെയ്താൽ 10 കീവേഡിൽ ഏത് കീവേഡിൽ നിന്നാണ് എൻക്വയറി വന്നത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എൻക്വയറി തരാത്ത കീവേഡ് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിടാം. എൻക്വയറി തന്നെ കീവേഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് കോസ്റ്റ് പെർ എൻക്വയറി കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇല്ല? മനസ്സിലായി. ഇൻട്രസ്റ്റിംഗ്, അൾട്ടിമേറ്റ് സാധനമാണത്. അതിനാണ് അതാണ് ട്രിക്ക്. അതിനാണ് കൺവേർഷൻ ട്രാക്കിംഗ് എന്ന് പറയാ. അപ്പൊ അത് ഞാനൊക്കെ ചെയ്യണം. ഞാൻ കറക്റ്റ് സ്ട്രാറ്റജിയാ പറയണത് നിങ്ങളുടെ അടുത്ത്. നമ്മളൊരു 10-25 കീവേഡ് ഇടും. ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ കൺവേർഷൻ ട്രാക്കിംഗ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും അതിൽ 25 എണ്ണത്തിൽ ഒരു 13 കീവേഡ് ആയിരിക്കും നല്ലത്. ഞാൻ എന്ത് ചെയ്യും? ബാക്കിയുള്ള കീവേഡ് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ബിഡ് തീരെ കുറയ്ക്കും. എന്നിട്ട് കൺവേർഷൻ തരുന്ന കീവേഡ് ഉണ്ട്, അതിന്റെ ബിഡ് അങ്ങോട്ട് കൂട്ടും. അവൻ എപ്പോ സെർച്ച് ചെയ്താലും നമ്മളായിരിക്കണം ഫസ്റ്റ് കടന്ന് ബിന്നുണ്ട്. അതറിയണമെങ്കിൽ കൺവേർഷൻ ട്രാക്കിംഗ് അറിയണം. അതാണ് ഇതിന്റെ ഇതിനെല്ലാം നിങ്ങൾക്ക് ട്രാൻസ്പെറന്റ് ആണ്, ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. അപ്പൊ അങ്ങനത്തെ കീവേഡുകൾ കണ്ടെത്തി അതിന്റെ മാത്രം നിങ്ങൾ അത് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യണം. ഫസ്റ്റ് ഇരിക്കണം. അതിന് നിങ്ങൾ എത്ര കൊടുത്താലും നിങ്ങൾക്ക് ലാഭമാണ്.
അങ്ങനത്തെ കീവേഡുകൾ നിങ്ങൾ കണ്ട, അതാണ് കൺവേർഷൻ ട്രാക്കിംഗ് എന്ന് പറയാം. ഓക്കെ, അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ചില പ്രൊഡക്റ്റിന് പറ്റില്ല, ചിലതിന് പറ്റില്ല. എസ്പെഷ്യലി ഇ കൊമേഴ്സിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ടൂൾസിൽ ഗോൾസിൽ ഇവിടെ കൺവേർഷൻ ഉണ്ട്. അവിടെ സമ്മറിമ ക്ലിക്ക് ചെയ്യാം. സമ്മറിമ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് എ ന്യൂ കൺവേർഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കണ്ട, സെലക്ട് ദ കൈൻഡ് ഓഫ് കൺവേർഷൻ യു വാണ്ട് ടു ട്രാക്ക്. നമുക്ക് വെബ്സൈറ്റിലുള്ള ഒരാളെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നു, അതാണ് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടത് വിചാരിക്കുക. അത് ട്രാക്ക് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ കൊടുക്കുക. ഇപ്പൊ സപ്പോസ് പ്രൊജക്ട് വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യാം. സൈറ്റാണ് www.internettraining.com. Enter the URL for the website where you want to measure your conversions. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് കൺവേർഷൻ ഗോൾ? എന്താണ് നമുക്ക് എന്താണ് പലതരം കൺവേർഷൻ ഗോൾ. നമുക്ക് എത്ര എൻക്വയറി വന്നു വേണ്ടി ട്രാക്ക് ചെയ്യാം, എത്ര വെബ്സൈറ്റ് പേര് വ്യൂ ചെയ്തു വേണ്ടി ട്രാക്ക് ചെയ്യാം, എത്ര പേര് സൈനപ്പ് ചെയ്യുന്നു വേണ്ടി ട്രാക്ക് ചെയ്യാം, ഇ കൊമേഴ്സ് സൈറ്റിന് എത്ര പേര് പ്രൊഡക്റ്റ് വാങ്ങുന്നു വേണ്ടി നമുക്ക് ട്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് ഒരു സൈറ്റ് നോക്കിയിട്ട് നമുക്ക് സജഷൻസ് തന്നെ. നമുക്ക് അല്ലെങ്കിൽ ആഡ് എ കൺവേർഷൻ ആക്ഷൻ നമുക്കുള്ളത് തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യാം. വെബുമ ക്ലിക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ കൺവേർഷൻ ഗോൾ എന്താണ്, എത്ര പേര് നമുക്ക് കോൺടാക്ട് എൻക്വയറി നടത്തി. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ ട്രാക്ക് ചെയ്യേണ്ടത്. നമ്മുടെ വെബ്സൈറ്റ് ആണ്, നമുക്കിവിടെ ആഡ് കൊടുക്കാം. നമ്മുടെ എൻക്വയറി ഫോം ആണത്. It's a contact conversion when someone visit a page. Start with this one. Okay, add അടിക്കാം. അതല്ല കേട്ടോ, സോറി. ഇവിടെ നമുക്ക് മാനുവലി കൺവേർഷൻ ട്രാക്ക് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് കോണ്ടാക്ട് ആണെങ്കിൽ കോണ്ടാക്ട് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടത് നമുക്ക് കൺവേർഷൻ എത്രയാണ്, നമുക്ക് എൻക്വയറി എത്ര കിട്ടി എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എൻക്വയറിയുടെ പേര് കൊടുക്കാം. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എൻക്വയറി ആണ് ട്രാക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ സെയിൽസ് ആണ്, ഇപ്പൊ നേരത്തെ ഒരു പെർഫ്യൂമിന്റെ ആണെങ്കിൽ പെർഫ്യൂം സെയിൽസ് വേണ്ടി നമുക്ക് ട്രാക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ ഓരോ കൺവേർഷൻ വെറുതെ ഓരോ വാല്യൂ കൊടുക്കാം. അത് കമ്പൽസറി അല്ല. നമുക്ക് എവറി റെക്കമെൻഡ് ഫോർ എവറി പർച്ചേസ് അല്ലെങ്കിൽ ഓരോ എൻക്വയറി നടത്തുമ്പോൾ നമുക്കത് കൺവേർഷൻ ട്രാക്ക് ചെയ്യണം. 30 days, അതായത് നമ്മൾ ഇന്ന് ഒരാൾ വെബ്സൈറ്റിൽ വന്നു, ആക്ഷൻ ആളിന്ന് വെബ്സൈറ്റിൽ വന്ന് ആഡുമ്പോൾ ക്ലിക്ക് ചെയ്ത് സൈറ്റിൽ വന്നിട്ട് നടത്തി ചിലപ്പോൾ 15 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആൾ നമ്മുടെ സൈറ്റിൽ നിന്ന് എൻക്വയറി എടുത്തത്. അപ്പോഴും നമുക്കത് ട്രാക്ക് ആവും. അതാണ് അത് 30 days കാണിക്കുന്നത്. അത് കഴിയുമ്പോൾ ഡൺ അടിക്കാം. ഡൺ അടിച്ച് കഴിഞ്ഞാൽ കണ്ട ഇവിടെ ഇത് വരും, കോണ്ടാക്ട് എൻക്വയറി. അതിന്റെ സെറ്റിങ്സ് എടുക്കാം. ഓക്കെ, ഇവിടെ ഐ എഗ്രി ആൻഡ് കണ്ടിന്യൂ അടിക്കാം. ഇതാണ്, ഇതിന് കുറച്ച് ടെക്നിക്കൽ അറിയണമെന്നില്ല. ഇവിടെ കണ്ടോ, ഈ സെറ്റപ്പ് കൊടുക്കുക.
ഒരു കോഡ് വരും. Try again. ഞാൻ ഓൾറെഡി ഗൂഗിളിന്റെ അതിൻ്റെ ഒരു കോഡ് എൻ്റെ സൈറ്റിൽ ഓൾറെഡി കിടക്കണോണ്ടാണ്. ഇവിടെ ഷോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ ഡീറ്റെയിൽസ് ക്ലിക്ക് ഡീറ്റെയിൽസ് വരും. ഡീറ്റെയിൽസ് അല്ല, ഓക്കെ, ഇൻസ്റ്റാൾ മാനുവലി, സോറി. ഈ കോഡ് കണ്ടോ? ഈ കോഡ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട്, കൃത്യ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ബിലോ ദ ഗൂഗിൾ ടാഗ് ഫോർ ദിസ് അക്കൗണ്ട്, കോപ്പി ആൻഡ് പേസ്റ്റ് കോഡ് ഓഫ് എവറി പേജ് ഓഫ് യുവർ വെബ്സൈറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ. ഈ കോഡ് നമ്മുടെ സൈറ്റിന്റെ എല്ലാ പേജിലും ഇടണം. ഇത്രേ ഉള്ളൂ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ ടെസ്റ്റ് ഇൻസ്റ്റലേഷൻ ഉണ്ട്, നമുക്ക് അറിയാൻ പറ്റും. ഈ കോഡ് എടുത്ത് വേറെ ഒന്നും ചെയ്യണം. നിങ്ങൾ ഈ കോഡ് എടുക്കുക. കോഡ് എടുത്തിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഈ ഇൻസ്ട്രക്ഷൻസ് വെബ്സൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഈ കോഡ് അവരെന്ത് ചെയ്യും? നമ്മുടെ വെബ്സൈറ്റിന്റെ എല്ലാ പേജിലും ഇടും. എല്ലാ പേജിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരാൾ ആഡുമ്പോൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ തന്നെ ഈ കോഡ് ആക്സസ് ചെയ്യാണ്. കോഡിന് അറിയാൻ പറ്റും ഇത് ഗൂഗിളിൽ നിന്ന് വന്നതാണോ അല്ലേ എന്ന്. എങ്ങനെയാണ് കോഡ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഒരു GCL ID എന്ന് പറഞ്ഞൊരു ID ഗൂഗിൾ പാസ് ചെയ്യും. കുറച്ച് ടെക്നിക്കലാണ്, നിങ്ങൾക്കത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ ആയി പോകും. ഇപ്പൊ ഈ ആഡുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഒരു കോഡ് URL പാസ്സാവും. ഇവിടെ കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും UTM സോഴ്സ് ഡീപ് എന്നൊക്കെ പറഞ്ഞ ഒരു കോഡുകൾ പാസ്സാവും. അപ്പൊ ഈ കോഡ് ഈ ക്ലിക്ക് ചെയ്ത് കോഡ് വരാണ്. അപ്പൊ ഈ സൈറ്റിലേക്ക് ലാൻഡ് ചെയ്തു. ഈ സൈറ്റിൽ എന്തുണ്ട്? ആ കോഡ് ഓൾറെഡി കിടക്കുന്നുണ്ട്. ആ കോഡും ഇവിടെ നിന്ന് വന്നിരിക്കുന്ന കോഡും കണക്ട് ചെയ്തപ്പോൾ ഗൂഗിളിന് മനസ്സിലാവും ഇത് ഈ വന്നിരിക്കുന്നത് ഗൂഗിൾ ആഡിൽ നിന്നാണ് ഈ എൻക്വയറി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ വാല്യൂകളും പാസ്സാവും. പാസ്സായി കഴിഞ്ഞ് ഇവിടെ നമ്മൾ ഒരു എൻക്വയറി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗൂഗിളിന് അറിയാൻ പറ്റും ഈ എൻക്വയറി വന്നിരിക്കുന്നത് ഗൂഗിളിൽ നിന്നാണെന്നുള്ളത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ആർക്കെങ്കിലും മനസ്സിലായോ? അപ്പൊ ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ അതായത് വേറെയും പ്ലാറ്റ്ഫോമിൽ ലൈക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വന്ന എൻക്വയറി ആണോ ഗൂഗിളിൽ നിന്ന് വന്ന എൻക്വയറി ആണോ തിരിച്ചറിയാൻ ഇത് ഓൺലി വേണ്ടിയിട്ടുള്ളതാണോ? ഫോർ ഗൂഗിൾ. ഇത് ഓൺലി ഫോർ ഗൂഗിൾ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് അവിടെ നിന്ന് ഇതുപോലത്തെ ഒരു ടാഗ് ഉണ്ട്, കോഡ് ഉണ്ട്, ടാഗിംഗ് എന്ന് പറയും. അവിടെ ഇട്ടാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോ ഇത് ഇട്ടില്ലെങ്കിലും നമ്മളെ ക്ലിക്ക് വന്നത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതറിയാൻ പറ്റും. ഞാൻ പറയുന്നത് കൺവേർഷൻ ആണ്. കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടാ അതിൽ നിന്ന് എന്തെങ്കിലും എൻക്വയറി വന്നു എന്നുള്ളത്. മനസ്സിലായില്ല? കോണ്ടാക്ട് പേജിൽ നിന്ന് അങ്ങനെ ഫോമിന്റെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ കോണ്ടാക്ട് പേജിൽ വന്നു, നമുക്ക് വന്നക്കണെന്നാണ് അവിടെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഒരാൾ ക്ലിക്ക് ചെയ്ത് എൻക്വയറി നടത്തി. ക്ലിയർ ആയോ? ഓക്കെ ഇപ്പൊ മനസ്സിലായി. ക്യാമ്പയിനിൽ കാണിച്ചു തരാം. ഇപ്പൊ ഇത് നമ്മുടെ ഒരു ക്യാമ്പയിനാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കൊച്ചി എന്ന് പറയുന്നത് എനിക്ക് ഒരു എൻക്വയറി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും, കൺവേർഷന്റെ താഴെ ഒന്നൊന്ന് കാണിക്കും. ക്ലിയർ ആയോ? ഇല്ല. ക്ലിയർ ആയോ? ഈ കീവേഡ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നൊന്ന് കാണിക്കും. ഇപ്പൊ ഈ കീവേഡിന് 16 ക്ലിക്ക് ഉണ്ട്, 2 കൺവേർഷൻ ഇവിടെ 2 കാണിക്കും. അപ്പൊ ഇവിടെ എനിക്ക് അറിയാൻ പറ്റും കോസ്റ്റ് പെർ കൺവേർഷൻ ഇവിടെ എത്രയാണെന്ന് അറിയും. ഇവിടെ എനിക്ക് 292 രൂപ ടോട്ടൽ കോസ്റ്റ് വന്നു. ഇവിടെ 2 എൻക്വയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കോസ്റ്റ് പെർ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ 300 രൂപയായി. ഇവിടുത്തെ ചിലപ്പോൾ ഈ കീവേഡിന്റെ കോസ്റ്റ് പെർ കൺവേർഷൻ ചിലപ്പോൾ 50 രൂപയായിരിക്കും. ചിലപ്പോൾ ഈ കീവേഡിന്റെ കോസ്റ്റ് പെർ കൺവേർഷൻ ചിലപ്പോൾ 40 രൂപ ആയിരിക്കും. ഒരു ക്ലിക്കിൽ തന്നെ എൻക്വയറി വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏറ്റവും കുറവുള്ള കീവേഡ് ഇതാണ്. അതിന്റെ ബിഡ് നിങ്ങൾ കുറച്ചും കൂടി കൂട്ടിയിട്ട് ഉറപ്പ് വരുത്തണം. അതാണ് കൺവേർഷൻ ട്രാക്ക് ചെയ്യാന്ന് പറയുന്നത്. കുറച്ച് ഐഡിയ കിട്ടിയോ? കുറച്ച് അഡ്വാൻസ് ആണ്. ആർക്കെങ്കിലും മനസ്സിലായവരുണ്ടോ? കുറച്ചൊക്കെ മനസ്സിലായിട്ട് സാർ. ആർക്കും പിടുത്തം കിട്ടിയേ? എനിബഡി?
അത് മനസ്സിലായത്. ബേസിക്കലി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിലേക്ക് നമ്മൾ എൻക്വയറി പോകുന്നതിന്റെ ഒരു ഡാറ്റ തിരിച്ച് ഗൂഗിളിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ തരുന്നു. ആ അതെ, അതാണ് മെഷർമെന്റ് എന്ന് പറയാം. അതായത് നിങ്ങൾ നമുക്കൊരു അതാണ് പറയുന്നത്, നിങ്ങൾ അവിടെ ആക്ഷൻ പറയുമ്പോൾ എന്താണ് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടത്? നമുക്ക് സൈറ്റിൽ ഒരു എൻക്വയറി ആണോ ട്രാക്ക് ചെയ്യേണ്ടത്, സെയിൽസ് ആണോ ട്രാക്ക് ചെയ്യേണ്ടത്? ക്ലിയർ ആയോ? അപ്പൊ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. നമ്മുടെ ക്യാമ്പയിൻ നമുക്ക് എത്ര എൻക്വയറി വന്നു. നിങ്ങളിപ്പോ ഒരു 1000 രൂപ മുടക്കി ഗൂഗിൾ ക്യാമ്പയിൻ ചെയ്തു. 1000 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ 1000 രൂപയിൽ 50 ക്ലിക്ക് കിട്ടി 2 പേര് എൻക്വയറി നടത്തിയിട്ടുണ്ട്. ക്ലിയർ ആയോ? സർ ഒരു ഡൗട്ട് സർ, ഇപ്പൊ നമ്മള് പേജിലേക്ക് വിസിറ്റ് ചെയ്യണതും അതില് എൻക്വയറിയിൽ നിന്ന് ഫോം ഫില്ല് ചെയ്യാതെ ചിലപ്പോ കോൾ ആയിട്ട് വരുന്നത് അതാണോ അത് കൺവേർഷൻ? 100% നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ സൈഡിലേക്ക് ഒരാൾ വന്നു, നമ്മളാണ്ട് അതിൽ കാണുന്ന ഒരു ഫോണിൽ നിന്ന് നമ്പർ ഡയൽ ചെയ്തിട്ട് വിളിച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു 95% നമുക്ക് ട്രാക്ക് ചെയ്യാം. ഓക്കെ ഈവൻ 50% ട്രാക്ക് ചെയ്താലും വിജയമാണ്. ശരിയല്ലേ? നമുക്ക് കുറച്ച് ട്രാക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ഇന്ന കീവേഡിനാണ് റിസൾട്ട് വന്നത്, നമുക്ക് ഒരു ട്രെൻഡ് കിട്ടാണ്. ഓക്കെ, ആ കീവേഡ് ത്രൂ ആണ് ആ സൈറ്റ് വിസിറ്റ് സൈറ്റ് വിസിറ്റ് നടന്നിരിക്കുന്ന എൻക്വയറി വന്നത് നമുക്ക് അറിയാൻ പറ്റും. വന്നിട്ട് അറിയാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഈ കീവേഡാണ് ഏറ്റവും വാല്യുബിൾ. ഒരു 50 കീവേഡ് ഇട്ടു, 2 കീവേഡിൽ നിന്നാണ് എൻക്വയറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഈ കീവേഡ് വെരി വാല്യുബിൾ ആണെന്ന് ഫീൽ ചെയ്യണം. ശരിയല്ലേ? അതാണ് കൺവേർഷൻ ട്രാക്ക് ചെയ്യാന്ന് പറയാം. ആർക്ക് ഞാൻ ഒന്നും കൂടി പറയാം, ആർക്കൊക്കെ മനസ്സിലായി? ശ്രുതിക്ക് പിടുത്തം കിട്ടിയോ? മനസ്സിലായി സർ. വലിയ സംഭവമൊന്നുമില്ല, വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ആ മെഷർമെന്റിൽ ചെല്ലാം. ഒന്നും കൂടി പറയാം, ഞാൻ എന്റെ സൈറ്റിൽ ഓൾറെഡി ഞാനത് ചെയ്തിട്ട് അവിടെ കറക്റ്റ് ആയിട്ട് കിടക്കും. നിങ്ങളുടെ ടൂൾസിൽ ചെല്ലാം, ഗോൾസിൽ ചെല്ലാം, കൺവേർഷൻസ് ക്ലിക്ക് ചെയ്യുക, സമ്മറി എടുക്കുക. സമ്മറി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നോക്കി ഇവിടെ കാണാൻ പറ്റും ക്രിയേറ്റ് എ കൺവേർഷൻ ആക്ഷൻ. നിങ്ങൾക്ക് എന്താണ് കൺവേർട്ട് ചെയ്യേണ്ടത് അതുമ്മ ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് ആണ്, വെബ്സൈറ്റിലേക്ക് വരുന്നതല്ല കൺവേർട്ട് ചെയ്യേണ്ടത്. വെബ്സൈറ്റ് എടുക്കുക, ആ വെബ്സൈറ്റിന്റെ പേര് കൊടുക്കുക, അവിടെ സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തപ്പോൾ അവർ കുറച്ച് ഓപ്ഷൻസ് തരുന്നതാണ്. നിങ്ങൾക്ക് അതൊന്നും ഓപ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, മാനുവലി കൺവേർഷൻ കോഡ് ഇടാം. കേട്ടോ, ആഡ് കൺവേർഷൻ ആക്ഷൻ മാനുവലി സെറ്റ് ചെയ്യാം. മാനുവലി എടുക്കുക. മാനുവലി എടുത്തിട്ട് നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യേണ്ടത്? പർച്ചേസ് ആണോ, ആഡ് ടു കാർട്ട് ആണോ, കോൺടാക്ട് ആണോ, ലീഡ് സബ്മിറ്റ് ഫോം ആണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് ലീഡ് സബ്മിറ്റ് ഫോം ആണ്, കോൺടാക്ട് ആണ്, അത് സെലക്ട് ചെയ്യുക. എന്താണ് നമ്മൾ കോൺടാക്ട് ആണ്, അപ്പൊ എൻക്വയറി ആണ് നമ്മൾ ട്രാക്ക് ചെയ്യണം, എൻക്വയറി ഇടുക. ഓക്കെ, ഇവിടെ വാല്യൂ ഇടുക. അത് ഇത്ര ഉള്ളൂ, ഇത് വേറെ ഒന്നും ചെയ്യാനില്ല. എന്നിട്ട് ഇവിടെ ഡൺ അടിക്കുക. ഒരു സെക്കൻഡ്, ഇവിടെ എൻക്വയറി ഇടാം. കോഴ്സ് എൻക്വയറി ഇടാം, ഡൺ അടിക്കാം. ഡൺ അടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു കോഡ് കിട്ടും. അത് കഴിയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കാം. സേവ് ആൻഡ് കണ്ടിന്യൂ അടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു കോഡ് കിട്ടും. ഷോ ഇൻസ്ട്രക്ഷൻ, ഇൻസ്റ്റാൾ മാനുവലി, ഈ കോഡ് കിട്ടും. ഈ കോഡ് എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, വെബ്സൈറ്റ് ഉണ്ടാക്കിയവരോട് പറഞ്ഞാൽ മതി. ഒന്നും പറയേണ്ടത്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൃത്യം. ബിലോ ഈസ് ദ ഗൂഗിൾ ടാഗ് ഫോർ ദിസ് അക്കൗണ്ട്. Copy and paste it to the code of every web pages of your website immediately after. നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് ഈ ഹെഡിങ്ങും ഈ കോഡും കൂടി വേണം അയച്ചു കൊടുക്കാൻ. അപ്പൊ ആ വെബ്സൈറ്റുകാർക്ക് മനസ്സിലാവും, അവരെല്ലായിടത്തും കോഡ് ഇടാം. ടെസ്റ്റ് ഇൻസ്റ്റലേഷൻ ആയി. അപ്പൊ നിങ്ങളുടെ കൺവേർഷൻ കോഡ് എന്തായി, നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞു. ആ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും നമ്മുടെ വെബ്സൈറ്റിൽ ഗൂഗിൾ ആഡ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് ഒരു എൻക്വയറി നടത്തി കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ക്യാമ്പയിനിലെ കൺവേർഷൻ എന്ന് പറഞ്ഞ കോളത്തിൽ കാണിക്കും. ഓക്കെ, ഈ കീവേഡ് ഒരു എൻക്വയറി വന്നു, ഇത് വന്നു. അത്രയുള്ള പരിപാടി. ക്ലിയർ ആണോ? ആർക്ക് മനസ്സിലായി? ഒന്നും കൂടി മനസ്സിലായത് ആർക്കാണ്?
ശ്രുതി ക്ലിയർ? സർ അപ്പൊ അറ്റ് എ ടൈം ഒരെണ്ണത്തിന്റെ പറ്റുള്ളൂ? ഇല്ല, നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ എൻക്വയറി ആണ് ടാർഗറ്റ് ചെയ്തത്. ഇനി നമുക്ക് അതിലൊരു ഇപ്പൊ സപ്പോസ് ഒരു ഷോപ്പിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാം. അപ്പൊ അതിന് വേറൊരു ആക്ഷൻ ഉണ്ടാക്കണം. ക്ലിയർ ആയോ? ഇവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാം, എത്ര വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇവിടെ സമ്മറി ചെന്നു, വീണ്ടും ആക്ഷൻ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ ആ കോഡ് നമ്മുടെ ആ പേജിനകത്ത് ഇടാം. അപ്പൊ എത്ര വേണമെങ്കിലും അങ്ങനെ ഇടാം. എത്ര വേണമെങ്കിലും ഇടാം. അതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് വെബ്സൈറ്റ് കേട്ടാം. വീണ്ടും വെബ്സൈറ്റിലേക്ക് വരാം, വീണ്ടും ഇവിടെ സ്കാൻ ചെയ്യാം. വീണ്ടും സ്കാൻ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ആഡ് കൺവേർഷൻ ആക്ഷൻ മാനുവലി ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അടുത്തത് വേണ്ടത് എന്നിട്ട് പർച്ചേസ് ആണെന്ന് വിചാരിക്കാം. ആഡ് ടു കാർട്ട് ആണ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അത് കറക്റ്റ് ചെയ്യാം, ഉണ്ടാക്കാം. ക്ലിയർ? കുറച്ചതൊരു ടെക്നിക്കൽ അറിഞ്ഞാലാണ് നിങ്ങൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് അറിയണമെന്നില്ല, നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി, അവർ ചെയ്തോളും, ഡെവലപ്പേഴ്സ് ചെയ്തോളൂ. ആ കോഡ് ഇട്ടാൽ മതി. ഗൂഗിൾ ടാഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും. ടാഗ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഡെവലപ്പേഴ്സിന് അടുത്ത് പറഞ്ഞാൽ അവരിടും. ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അവർ ഇട്ടിട്ടുള്ളത്. അത് ഇട്ട് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പയിൽ അത് റിഫ്ലക്റ്റ് ആവും. ക്ലിയർ? നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾക്ക് വൻ വിജയമാണ് ക്യാമ്പയിൻ. നിങ്ങൾ പേടിക്കണ്ട, ഇന്നൊന്ന് ശരിക്കും നോക്കാം. ഞാൻ ഈ പറയുന്ന വീഡിയോ കാണാം. കണ്ടിട്ട് ഞാൻ നാളെ ഇതിനെ കുറിച്ച് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ശീതലെ കുറച്ചൊരു പിടുത്തം കിട്ടിയോ? വേറെ ആർക്കെ പിടുത്തം കിട്ടിയേ? പ്രജീഷ് ക്ലിയർ ആണോ? പ്രജീഷ് ഒന്നും മിണ്ടിയില്ലെന്ന്. ഒന്നുമില്ല. ഇന്നലത്തെ വീഡിയോ കണ്ടില്ലേ? കണ്ടുള്ളൂ. അതിൽ ലാസ്റ്റ് ടൈമുള്ള ഈ ക്വസ്റ്റ്യൻ ആൻസർ പിന്നെ Tough ആണ്. ചാറ്റിലായതുകൊണ്ട് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റില്ല. അത് തരാം, അയച്ചുതരാം ഞാൻ കേട്ടോ. ശീതൾ ക്ലിയർ ആണോ? ക്ലിയർ സർ. ഗുഡ്. അപ്പൊ ഇതിനെ കുറിച്ച് നോക്കാം. നിങ്ങളുടേതായ രീതിയിൽ നാളെ ഒന്ന് ചെയ്തിട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നാളെ ഒന്നും കൂടി പറയുമ്പോൾ അതിന് ക്ലാരിറ്റി വരും. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഇടാണ്ട് നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യരുത്. ഓക്കെ? അപ്പൊ ഇതെല്ലാവരും ചെയ്തിട്ട് വരെ നമുക്ക് നാളെ കാണാം. ഓക്കെ സർ. നാളെ നമ്മള് ഗൂഗിൾ ആഡ്സിന്റെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. ഓക്കെ? അപ്പൊ നാളെ തീർന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അടുത്ത ദിവസം എടുക്കാം. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ നാളെ തീർക്കും. അപ്പൊ ഇതെല്ലാം കൂടി നാളെ നിങ്ങൾ ചെയ്തിട്ട് വരാം. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ക്യാമ്പയിനും ഡിസ്പ്ലേ ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യാം. നാളെ ഞാൻ എങ്ങനെയാണ് യൂട്യൂബിന്റെ ക്യാമ്പയിൻ്റെ ഒരു സാധനമുണ്ട്. നമുക്കൊരു വീഡിയോ ഉണ്ട് യൂട്യൂബിലുണ്ടെങ്കിൽ അതിലേക്ക് എങ്ങനെ ഒരുപാട് റീച്ച് കിട്ടാം. നമ്മുടെ യൂട്യൂബിന്റെ വീഡിയോ നമുക്ക് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, യൂട്യൂബിന്റെ വീഡിയോസ് എങ്ങനെ, അതിൻ്റെ ഒരു സെഷൻ ഉണ്ട്. അത് നമ്മൾ നാളെ എടുക്കും. നാളെ എടുത്തിട്ട് കുറെ ക്വസ്റ്റ്യൻ ആൻസർ കൂടി നാളെ നമ്മൾ കവർ ചെയ്യും കുറെ. അപ്പോൾ നാളത്തെ ക്ലാസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കൺവേർഷൻ ട്രാക്കിംഗ് നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൂടി ക്ലിയർ ചെയ്യാം. അപ്പോൾ നാളെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അത് ഇരുന്നവരെ നാളെ എടുക്കും. അപ്പോൾ നാളത്തെ ക്ലാസ് ആരും മിസ് ചെയ്തു. ഓക്കെ, താങ്ക് യു.